ഓ അല്ല, ഇപ്പൊ പഴയ സ്ഥലത്തേക്ക് പോകണം അല്ലേ? ഓക്കെ. അയ്യോ, ഓക്കെ. സിസ്റ്റർ, ഒരു കാര്യം, ആപത്ത് വേളകളിൽ നമ്മളെ കുമ്പിടുന്നതാണെന്നുള്ളത് പലരും തെറ്റിച്ചാ പറഞ്ഞത്. പലരും പാടുന്ന മനോരമക്കാരൊക്കെ പാടിച്ചിരിക്കുന്നു, അങ്ങയുടെ പാദം കുമ്പിടുന്നു, അങ്ങനെ പാടാം. അങ്ങയുടെ പാദം കുമ്പിടുന്നു ഞാൻ. പിന്നെ മനഞ്ഞിരണമേ, മെനഞ്ഞിരണമല്ല, മനഞ്ഞിരണമയാണ്. പലരും മെനഞ്ഞിരണമെന്നാണ്. അതെ, സെയിം അല്ലല്ലേ? കുഷം മാറ്റണം. ഒരു കാര്യം ചെയ്യും, ആ മഞ്ഞ ഇങ്ങനെ തന്നെ അല്ലേ? അവിടെ വെച്ചോ. അല്ല, അത് കിട്ടുന്നില്ല അല്ലേ? അപ്പൊ എനിക്കൊരെണ്ണം വേണം. അങ്ങനെയാണ് നമ്മൾ പുറകോട്ട് പോകും. നമ്മളങ്ങനെ രണ്ടെണ്ണം വേണമെന്നില്ല, ഒരെണ്ണം അറ്റ്ലീസ്റ്റ്. ആണോ? നോക്കാം. ഓക്കെ. തന്നെ പോലും ഓക്കെ.
അച്ഛനെന്തോ പറയുന്നത്? ഞാൻ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ സാറിനെ കുറിച്ചൊന്ന് പറയും. ഇങ്ങോട്ടല്ലേ പറയുന്നത്? അങ്ങോട്ടാ പറയുന്നത്. വെച്ചിട്ട് നോക്കി പറഞ്ഞു. ആ മെയിൻ മിക്ക അതല്ലേ? അല്ല മെയിൻ ആ ക്യാമറ. അച്ഛൻ ഇതിൽ നോക്കി പറയാം. ഓ യാ. പറഞ്ഞ പാട്ടുകൾ ക്രിസ്തീയ ജീവിതത്തിലും ആരാധനയിലും ഏറ്റവും പ്രധാനപ്പെട്ടവയാണ്. ഒരു വിശ്വാസിയെ ദൈവത്തെങ്കിലേക്ക് അടുപ്പിക്കുവാനും അവൻ്റെ ആരാധനാഭാവത്തെ പുറത്തു കൊണ്ടുവരുവാനും ഗാനങ്ങൾ സഹായിക്കുന്നു. അർത്ഥവത്തായ ഗാനങ്ങൾ ദൈവത്തെ സ്തുതിക്കുവാൻ ഏറ്റവും ആവശ്യമാണ് എന്നത്. മതിയോ? എനിക്ക് കിട്ടുന്നത് ഞാൻ പറയാം. ദൈവത്തിന് സ്തോത്രം. ഹൂസ്റ്റൺ വോയിസിന്റെ നാമധേയത്തിൽ ക്രമീകരിക്കപ്പെട്ടിരിക്കുന്ന അഭിമുഖം പ്രോഗ്രാമിൽ പങ്കെടുക്കുവാൻ ജീവിതാനുഭവങ്ങൾ ഓക്കെ. മ്യൂസിക് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് വേണമെന്ന് ലൈറ്റ് അങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ കിടക്കും BGM ആയിട്ട് അല്ലേ? ഓക്കെ. പാട്ടുകൾ ക്രിസ്തീയ ജീവിതത്തിലും ആരാധനയിലും ഏറ്റവും പ്രധാനപ്പെട്ടവയാണ്. അർത്ഥവത്തായ പാട്ടുകൾ ആരാധ്യനെ ഒന്നും കൂടെ എടുത്തേക്കണം. അവർ കിട്ടായിക്കൊണ്ടായിരുന്നു. പാട്ടുകൾ ക്രിസ്തീയ ജീവിതത്തിലും ആരാധനയിലും ഏറ്റവും പ്രധാനപ്പെട്ടവയാണ്. അർത്ഥവത്തായ പാട്ടുകൾ നമ്മെ ദൈവ ആരാധനയ്ക്ക് പ്രേരിപ്പിക്കുകയും ക്രിസ്തീയ ജീവിതത്തിൽ ഉറപ്പിക്കുകയും ചെയ്യുന്നു. മലയാള ക്രൈസ്തവ ഗാന രംഗത്ത് ഏറ്റവും ശ്രദ്ധേയമായ വ്യക്തിത്വമായ മിസ്റ്റർ തോമസ് മാത്യു കരുനാഗപ്പള്ളിയെ ഹ്യൂസ്റ്റൺ വോയിസിലൂടെ പരിചയപ്പെടുത്തുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. സെന്റ് തോമസ് CSI ചർച്ച് ഓഫ് ഗ്രേറ്റർ ഹ്യൂസ്റ്റന്റെ ഈ വർഷത്തെ ക്രിസ്മസ് കാരൽ സർവീസിന്റെ മുഖ്യ പ്രസംഗകനായി ഹ്യൂസ്റ്റണിലെത്തിയിരിക്കുന്ന ബഹുമാനമുള്ള മിസ്റ്റർ തോമസ് മാത്യു സാറിനെ ഏറ്റവും സ്നേഹത്തോടെ ഹ്യൂസ്റ്റണിലേക്ക് സ്വാഗതം ചെയ്യുകയും ഈ ഒരു അഭിമുഖത്തിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. താങ്ക് യു സാർ. വെൽക്കം. സാർ എന്നാണ് ഹ്യൂസ്റ്റണിൽ എത്തിച്ചേർന്നത്? ഞാൻ ഹൂസ്റ്റണിൽ എത്തിച്ചേർന്നത് ഇന്നലെയാണ്. നേരത്തെ ഹൂസ്റ്റണിൽ വന്നിട്ട് പിന്നെ ഞാൻ കാലിഫോർണിയ സൈഡിലൊക്കെ പോകണമായിരുന്നു. ഇന്നലെ രാത്രിയിലാണ് മടങ്ങിയെത്തിയത്. സാറിന്റെ പാട്ടുകൾ വളരെ ശ്രദ്ധേയമാണ്. പ്രത്യേകിച്ച് എൻ പ്രിയൻ വലം കരത്തിൽ പിടിച്ചെന്നെ, മൽപ്രിയനെ യേശു നായകനെ. നമ്മൾ ഇന്നത്തെ ഒരു ക്രൈസ്തവ ഗാനരചന മേഖല നോക്കുകയാണെങ്കിൽ പാട്ടുകൾ വെറും പദം പറച്ചിലുകളായി മാറിയിട്ടുണ്ട്. ആ ഒരു കാലഘട്ടത്തിൽ ഇത്രയും അർത്ഥവത്തായ പാട്ടുകൾ എപ്പോഴും എല്ലാ ക്രൈസ്തവരും അവരുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് സാറിനോട് ചോദിക്കാനായിട്ടുള്ളത്, സാറിന്റെ ഈ ഒരു സംഗീത ശുശ്രൂഷയിലേക്കുള്ള വരവ് അതെങ്ങനെയായിരുന്നു? എങ്ങനെയാണ് ചെറുപ്പത്തിലെ തന്നെ സംഗീതം പഠിക്കുകയും ഈ ഒരു ശുശ്രൂഷയ്ക്കായിട്ട് സമർപ്പിക്കപ്പെടുകയും ചെയ്യുകയായിരുന്നു ചെയ്തത്? തീർച്ചയായിട്ടും. അച്ഛൻ്റെ ആ ചോദ്യത്തിന് പ്രതികരിക്കുന്ന മുമ്പായി 2 വാക്ക് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഹൂസ്റ്റൺ വോയിസിന്റെ നാമധേയത്തിൽ ക്രമീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ അഭിമുഖം പ്രോഗ്രാമിൽ പങ്കെടുക്കുവാൻ ഇടയാക്കിയ ദൈവകൃപകൾക്കായി സ്വർഗീയനാഥന് കോടാനുകൂടി സ്തുതിസ്തോത്രങ്ങളും കൃതജ്ഞതയും ആരാധനയും മഹത്വമർപ്പിക്കുന്നു. ഈ പ്രത്യേക ശുശ്രൂഷ ക്രമീകരിച്ച് ഏഴയായി എന്നെ ക്ഷണിച്ച് പ്രിയ ബഹുമാനപ്പെട്ട സിന്നി ഉമ്മൻ സാറിനും സഹധർമ്മിണി
ഷൈനി വുമൻ സിസ്റ്ററിനും ഹൃദയ നിർഭരമായ കൃതജ്ഞതയുടെ കൂപ്പുകൈ സാധനം സമർപ്പിക്കുന്നു. ഇന്നത്തെ അഭിമുഖ പ്രോഗ്രാമിൽ ഏഴയായ എന്നെ ഇന്റർവ്യൂ ചെയ്യുവാൻ കടന്നു വന്നിരിക്കുന്ന പ്രിയ ബഹുമാനപ്പെട്ട ബെന്നി തോമസ് അച്ഛന് ആദരവിന്റെ കൂപ്പുകൈ സാധനം സരിഗമ പതിരസ പോലും ഇതുവരെയും കൂട്ടിപ്പാടാൻ പഠിച്ചിട്ടില്ലാത്ത വ്യക്തിയാണ് ഞാൻ. ഒരു ഹാർമോണിയം പോലും ഇതുവരെയും വായിക്കാനായിട്ട് അറിയില്ല. ഇതുവരെയെന്നുള്ള എന്റെ ജീവിതാനുഭവങ്ങൾ വിലയിരുത്തുമ്പോൾ 95% ട്രാജഡീസ് ആൻഡ് സോറോസ് ആൻഡ് ബെറീമെന്റ് ആൻഡ് ആക്സിഡന്റ്സ് ആണ് നേരിടേണ്ടതായിട്ട് വന്നത്. അങ്ങനെയുള്ള വേദനാജനകമായ അനുഭവങ്ങൾ കൂടെ കടന്നു പോകേണ്ടതായിട്ട് വന്നപ്പോൾ ഒരു കൊച്ചു ബാലനെ പോലെ ഞാൻ പൊട്ടിക്കരഞ്ഞപ്പോൾ ആശ്വാസദായകനായ പരിശുദ്ധാത്മാവാം പ്രിയം എന്റെ ഉള്ളത്തെ ആശ്വസിപ്പിച്ച് മുൻപ് കേട്ടിട്ടില്ലാത്ത പുതുപുത്തൻ രാഗങ്ങൾ പ്രദാനം ചെയ്യുകയും അധികം താമസിയാതെ പ്രസ്തുത രാഗങ്ങൾക്ക് അനുയോജ്യമായ മലയാള പദങ്ങളോ ഇംഗ്ലീഷ് പദങ്ങളോ ദാനമായി നൽകി ഗാനങ്ങൾ കമ്പോസ് ചെയ്യുവാൻ കൃപ പകരുകയും ചെയ്യുന്നു. കേരളക്കരയിലെ പ്രശസ്തരും പ്രഗത്ഭരുമായ സംഗീതജ്ഞന്മാർ ആ രചനകളെ വിലയിരുത്തുമ്പോൾ ഒരു മിസ്റ്റേക്കും കാണുന്നില്ല, പെർഫെക്റ്റ് കോമ്പോസിഷൻ ആയിരിക്കുന്നുവെന്ന് അവർ അറിയിക്കുമ്പോൾ നിറകണ്ണുകളോട് ഞാൻ മുട്ടും മേലും വീണ് കർത്താവിന് മുഖത്ത് ഉറപ്പിക്കാറുണ്ട്. സുവിശേഷ ഗാനരചനയിൽ എന്നെ വളരെയധികം പ്രോത്സാഹിപ്പിച്ച് വളർത്തി. മാരാമൺ കൺവെൻഷൻ ഗായക സംഘ നേതാവായിരുന്ന പരേതനായ റവറൻ KP ഫിലിപ്പച്ചന്റെ ബഹുമാന്യ സ്മരണകൾക്ക് മുന്നിൽ കൈക്കുഞ്ഞായിരിക്കുമ്പോൾ സ്വന്തം കരങ്ങളിൽ എന്തി എന്നെ ഉറക്കിയും ഉണർത്തിയും വളർത്തിയ എന്റെ പ്രിയപ്പെട്ട അമ്മച്ചിയുടെ അപ്പച്ചന്റെ സ്നേഹസ്മരണകൾക്ക് മുന്നിൽ 1000 കണ്ണുനീർപ്പൊക്കൾ ഇത്തരണത്തിൽ ഞാൻ സമർപ്പിക്കുക. എനിക്ക് 6 വയസ്സപ്പോൾ ഉള്ളപ്പോൾ വീടിന്റെ തെക്ക് ഭാഗത്തൊരു മുരിങ്ങ വൃക്ഷം നിൽപ്പുണ്ടായിരുന്നു. ആരാധനകളിൽ പോയി പങ്കെടുത്തിട്ട് ഉച്ചയൂണെല്ലാം കഴിഞ്ഞ് ആരാധനകളിൽ പ്രസംഗരായിട്ട് കടന്നു വരുന്നതായിട്ടുള്ള പ്രിയപ്പെട്ടവരെ അനുകരിച്ചുകൊണ്ട് ആ മുരിങ്ങയിൽ കയറി പാടുകയും പ്രാർത്ഥിക്കുകയും പ്രസംഗിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. ആ സ്ഥലത്ത് 120 പേർക്ക് ഇരിക്കാവുന്ന ഒരു പ്രാർത്ഥനാലയം കർത്താവ് പണിത് തന്നിരിക്കുകയാണ്. പ്രിയ ബഹുമാനപ്പെട്ട അച്ഛന്റെ ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്ക് ഞാൻ ഇപ്പോൾ കടക്കട്ടെ. കൊല്ലം ഫാത്തിമ മാതാ നാഷണൽ കോളേജിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അടവിത്തിരക്കിനിടയിൽ ഒരു നാരകമെന്ന വണ്ണം എന്നുള്ള ആ പുരാതന കീർത്തനത്തെ അനുകരിച്ചുകൊണ്ട് ഒരു അനുകൂല ഗാനം ഞാൻ കമ്പോസ് ചെയ്തു. അലറുന്ന അലകളാലും കൊടിയ കൊടുങ്കാറ്റിനാലും എൻ വിശ്വാസവഞ്ചി ആടയൊളിയുമ്പോൾ ലോകമാം ഗംഭീര സാഗരത്തിൽ ഹല്ലേലൂയ എന്ന അമരക്കാരനാം യേശു എന്നെ കൈവിടില്ല, ഉപേക്ഷിക്കുകയുമില്ല, സ്വർഗസിയോൻ തീരത്തെത്തിക്കും എന്നായിരുന്നു ആ അനുകരണ ഗാനത്തിന്റെ ആരംഭ വരികൾ. കൊല്ലം ചിന്നക്കടയിലുള്ള ദക്ഷിണ കേരള CSI മഹായിടവയുടെ ആഭിമുഖ്യത്തിൽ സജ്ജീകരിക്കപ്പെട്ടിരിക്കുന്ന ഒരു അനാഥാലയത്തിൽ എല്ലാ വ്യാഴാഴ്ചയും കുട്ടികളെ പാട്ടുകൾ പഠിപ്പിക്കാനും കഥകൾ പറഞ്ഞു കൊടുക്കാനും പോകാറുണ്ടായിരുന്നു. ഈ പാട്ടിന്റെ വരികൾ അവരെ പഠിപ്പിച്ചു. 4-5 മാസം കഴിഞ്ഞപ്പോൾ കൊല്ലം ക്രേവൻ ഹൈസ്കൂൾ കോമ്പൗണ്ടിൽ വെച്ച് കൊല്ലം പട്ടണത്തിലെ എല്ലാ ക്രിസ്തീയ വിഭാഗങ്ങളും സംഘടിപ്പിച്ചുകൊണ്ട് ഒരു സുവിശേഷ മഹായോഗം ക്രമീകരിക്കപ്പെട്ടു. മാരാമൺ കൺവെൻഷൻ പ്രസംഗനായിട്ട് കടന്നു വന്നിരുന്ന AB മാസിലമണി അച്ഛനായിരുന്നു അന്നത്തെ പ്രസംഗനായിട്ട് വന്നു. ഞാൻ കോളേജിൽ ലൈബ്രറി വർക്കെല്ലാം കഴിഞ്ഞ് എൻ്റെ ഒരു ഫ്രണ്ടിനോടൊപ്പം കൺവെൻഷനിൽ പോയി പങ്കെടുത്തു. അപ്പോൾ അവിടുത്തെ CSI ക്രൈസ്റ്റ് ഗായക സംഘം അതിമനോഹരമായി, അന്ന് ഇലക്ട്രോണിക് ഓർഗണൊന്നും ഇറങ്ങിയിട്ടില്ല, പതുക്കെ ഇറങ്ങുന്നതേ ഉള്ളൂ. ഇലക്ട്രോണിക് ഓർഗണൊക്കെ വെച്ച് അതിഗംഭീരമായി കൊല്ലം CSI ഗായക സംഘം പാട്ട് പാടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിനുശേഷം കോയിൽ ലീഡർ അനൗൺസ് ചെയ്യുന്നു, അടുത്ത ഗാനം ഒരു പുത്തൻ ഗാനമാണ്, നിങ്ങൾക്കായി പാടാൻ പോവുകയാണ്. അലറുന്ന അലകളാലും കൊടി കൊടുങ്കാറ്റിനാലും ഞാൻ വിശ്വാസവഞ്ചി ആടയൊളിയുമ്പോൾ ലോകമാംഗംഭീര സാഗരത്തിൽ എന്ന് കോയിൽ ലീഡർ അനൗൺസ് ചെയ്യുകയും ഞാൻ അത്ഭുതപ്പെട്ട് അവർ പാടുമ്പോൾ മുട്ടുമേലുള്ള നിറകണ്ണുകളോടെ പ്രിയ കർത്താവിന് മഹത്വർപ്പിക്കുകയും ചെയ്തു. അടുത്ത തിങ്കളാഴ്ച ആൾ ഇന്ത്യ റേഡിയോ ട്രിവാൻഡ്രം നിലയം പ്രസ്തുത ഗാനം പ്രക്ഷേപണം ചെയ്യുന്നത് കേട്ടപ്പോഴും ഞാൻ മുട്ടുമേൽ വീണ നിറകണ്ണുകളോടെ കർത്താവിന് മഹത്വർപ്പിച്ചു. അതിനെ തുടർന്ന് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. കർത്താവേ, ഒരു ഗാനത്തെ അനുകരിക്കാതെ അങ്ങയുടെ കൃപയിൽ മാത്രം ആശ്രയിച്ചുകൊണ്ട് ഗാനങ്ങൾ കമ്പോസ് ചെയ്യുവാൻ കൃപ പകരണമേ. പക്ഷെ സ്വാഭാവികമായിട്ട് എൻ്റെ ഉള്ളിൽ സംശയം വരാൻ തുടങ്ങി. കാരണം സംഗീതം പഠിക്കാത്തതായിട്ടുള്ള ബലഹീനനായ എനിക്ക് പുത്തൻ രാഗത്തിൽ എങ്ങനെ പാട്ടുകൾ കമ്പോസ് ചെയ്യാൻ പറ്റും? ആ സംശയം എന്നെ പലപ്പോഴും അലട്ടിക്കൊണ്ടിരുന്നു.
1977 ഏപ്രിൽ മാസം 17 അന്നൊരു ഞായറാഴ്ച കാനറ ബാങ്കിൽ നിയമനം ലഭിച്ച് ഞാൻ വയനാട്ടിൽ അമ്പലവയൽ എന്ന സ്ഥലത്ത് പാർത്തുകൊണ്ടിരിക്കവേ 6 കിലോമീറ്റർ അകലെ വാഴവറ്റ എന്ന ഗ്രാമത്തിലെ മാനന്തവാടി കത്തോലിക്ക രൂപതയുടെ അധീനതയിലുള്ള സെന്റ് സെബാസ്റ്റ്യൻ റോമൻ കത്തോലിക്ക പള്ളിയിലെ വികാരിയച്ഛനായിരുന്ന റവറൻഡ് ഫാദർ ഫ്രാൻസിസ് വാളയലച്ചൻ അദ്ദേഹത്തിന്റെ സൺഡേ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് വേണ്ടി സംഘടിപ്പിക്കപ്പെട്ട ഒരു കരിസ്മാറ്റിക് കോൺഫറൻസിൽ പ്രസംഗനായിട്ട് എന്നെ ക്ഷണിച്ചു. അന്നൊക്കെ വയനാട് വികസിതമല്ലായിരുന്നു. ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് ഒക്കെ അവിടെ വളരെ കുറവായിരുന്നു. ആളുകൾ കാലനടയായിട്ടാണ് ഗ്രാമീണ പാതകളിൽ കൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അച്ഛൻ എന്നോട് പറഞ്ഞു 6 കിലോമീറ്ററെങ്കിലും ഉണ്ട് ദൂരം, 2 മണിക്കൂറെങ്കിലും നടക്കേണ്ടതായിട്ട് വരും. 7 മണിക്ക് യാത്ര ആരംഭിക്കണം. ബാങ്കിന്റെ ഔദ്യോഗികമായിട്ടുള്ള ആവശ്യങ്ങൾക്കായിട്ട് പോയിട്ട് വരുമ്പോൾ സമതല പ്രദേശമായ കരുനാഗപ്പള്ളി ജനിച്ചു വളർത്തപ്പെട്ട എനിക്ക് വയനാട്ടിലെ ഗ്രാമീണ റോഡുകളിലെ കയറ്റങ്ങളും ഇറക്കങ്ങളും കയറി ഇറങ്ങി പോവുക വളരെ ദുഷ്കരമായി അനുഭവപ്പെട്ടു. അതുകൊണ്ട് സാധാരണ ബാങ്കിലെ പ്യൂൺ ആദിവാസി കുടുംബത്തിൽപ്പെട്ട ഒരു കുഞ്ഞിരാമനോടൊപ്പം വരുമായിരുന്നു. ഞാൻ വയനാട്ടിലെ ഗ്രാമീണ പാതകളിലെ കയറ്റങ്ങളൊക്കെ കയറി പോകുമ്പോൾ ക്ഷീണിക്കുന്ന സമയത്ത് കുഞ്ഞിരാമൻ ആദ്യം കയറി കുഞ്ഞിരാമന്റെ വലം കൈ പുറകോട്ട് വിട്ടു. ആ കയ്യിൽ ഞാൻ കയറി പിടിക്കും. ട്രെയിനിന്റെ എഞ്ചിൻ പോകിയെ വലിച്ചു കൊണ്ടുപോകുന്ന പോലെ കുഞ്ഞിരാമൻ എന്നെ കൊണ്ടുപോകുമായിരുന്നു. ഈ ആവശ്യത്തിന് കുഞ്ഞിരാമനെ വിളിക്കാൻ ഒക്കില്ലല്ലോ. അതുകൊണ്ട് 1 മണിക്കൂറുടെ നേരത്തെ ഞാൻ യാത്രയായി. അച്ഛൻ എന്നോട് പറഞ്ഞു 500-ൽ പരം കുട്ടികൾ കോൺഫറൻസിൽ പങ്കെടുക്കും. അതുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് സമ്മാനിക്കാനായിട്ടുള്ള ബാലബുക്ക്ലെറ്റുകൾ നിറച്ച് പെട്ടി ഇടത്തേക്ക് ഉണ്ടായിരുന്നു. ആ പെട്ടിക്ക് നല്ല ഘനമുണ്ടായിരുന്നു. വലങ്കരത്തിൽ നിവർത്തി കൊടയും പിടിച്ചിരുന്നു. ഏകാന്തപഥികനായി വയനാട്ടിലെ കയറ്റങ്ങളും ഇറക്കങ്ങളുമുള്ള ആ ഗ്രാമീണ പാതയിൽ കൂടെ ഞാൻ യാത്ര ആരംഭിച്ചു. അമ്പലവയലിലെ ഹോട്ടലുകളൊന്നും തുറന്നിരുന്നില്ല. അതുകൊണ്ട് കട്ടൻ കാപ്പി പോലും കുടിക്കാതാണ് യാത്ര ആരംഭിച്ചത്. ഒരു ഭാഗത്ത് കറുത്ത് വികൃതമായ പാറക്കെട്ടുകൾ കാണാമായിരുന്നു. ഏകാന്തപഥികനായി ഒറ്റയ്ക്ക് ആ വയനാട്ടിലെ ഗ്രാമീണ പാതയിലെ കയറ്റങ്ങളും ഇറക്കങ്ങളും കയറി ഇറങ്ങി ഏകദേശം പകുതി ദൂരമായപ്പോഴത്തേക്കും ക്ഷണിച്ചു തുറന്നു. ശരീരമാസകലം വെന്ത് ഉയർത്ത് വേദനിക്കാൻ ഒരു ഗ്ലാസ് പച്ചവെള്ളം ദാഹശമനത്തിന് കിട്ടാൻ മാർഗമില്ല. വയനാട് ചുരത്തിൽ കൂടെ പാറക്കെട്ടുകളെ തട്ടിമുട്ടി വീശിയടിക്കുന്ന ശീതക്കാറ്റ് കേട്ടിട്ട് പോലും ഞാൻ വെന്ത് ഉയർത്തൊഴുകുകയായിരുന്നു. എതിരെ ഒരു വയനാട്ടുകാരൻ വന്നുകൊണ്ടിരുന്നു. അയാളെന്ന് എനിക്ക് മനസ്സിലായി. ഇനിയും ഞാൻ പകുതി ദൂരം കടക്കേണ്ടതായിട്ടുണ്ട്. 3 കിലോമീറ്ററോളം ഇനിയും കടന്നുപോയെങ്കിലേ പള്ളിയിലെത്താൻ സാധിക്കും. വാച്ചിലേക്ക് നോക്കിയപ്പോൾ 8:30 മണിയായി. ഞാൻ ഞെട്ടിപ്പോയി. 1 മണിക്കൂറിൽ എങ്ങനെ നടന്ന് ഉദ്ദിഷ്ട സ്ഥാനത്ത് എത്തിച്ചു? ഞാൻ മുമ്പോട്ട് നോക്കി. മൂടൽ മഞ്ഞിൽ മറഞ്ഞു നിൽക്കുന്ന വയനാടൻ മലനിരകൾ, മുന്നിൽ പുറകോട്ട് നോക്കി പിന്നിട്ട ചെമ്മൺപാത. മുമ്പോട്ട് പോകാനോ പുറകോട്ട് പോകാനോ നിവർത്തിയില്ലാതെ ഞാൻ ഉത്കണ്ഠയാൽ പോലെയാൻ തുടങ്ങി. പാതയോരത്തെ ഒരു കൊച്ചുപാറപ്പുറത്ത് ഒരു നിമിഷം കരിയിരുന്ന് പ്രാർത്ഥിക്കാമെന്ന് വിചാരിച്ചു. ആ സമയം 73-ാം സങ്കീർത്തനം 23-ഉം 24-ഉം വാക്യങ്ങൾ ദൈവത്തിന്റെ ആത്മാവ് സ്മരണയിൽ ദാനമായി നൽകി. ആസാപ്പ് പറയുന്നു, അങ്ങന്റെ വലം കൈക്ക് പിടിച്ചിരിക്കുന്നു, അങ്ങയുടെ ആലോചന അങ്ങനെ മുന്നോട്ട് നടത്തും, പിന്നെ ഇതിൽ മഹത്വത്തിലേക്ക് അങ്ങ് ചേർത്തു. ആ വാക്യങ്ങൾ എനിക്ക് വളരെ വളരെ ആത്മപ്രചോദിതമായി. എന്റെ ബാങ്ക് പ്യൂൺ കുഞ്ഞിരാമൻ കയറ്റിക്കൊണ്ടുപോകുന്ന ഓർത്തുകൊണ്ട് ഞാൻ പൊട്ടിക്കറിഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആസാപ്പിന്റെ ദൈവമേ, അങ്ങയുടെ വലങ്കരം എനിക്ക് വേണ്ടി നീട്ടിത്തരണമേ. പകുതി ദൂരം നടന്നെത്തുവാൻ 2.5 മണിക്കൂർ എടുത്തു നാഥ. അവശേഷിക്കുന്ന 3 കിലോമീറ്റർ 1 മണിക്കൂറിൽ നടന്നു കടന്നു പോകുവാൻ അല്പം പോലും ശക്തിയില്ലാത്തവനായി ശരീരമാസകലം വെന്തു ഉയർത്ത് വേദനിച്ച് ദാഹത്താൽ ക്ഷീണിതനായിരിക്കുന്ന എന്നെ കൃത്യസമയത്ത് യോഗസ്ഥലത്തെത്തിക്കണമേ. അങ്ങനെ പൊട്ടിക്കരഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൽ പ്രിയ പ്രേക്ഷകരെ, മോനെ മോനെ എന്ന് വിളിക്കുന്ന ശാന്തമായ ശബ്ദം, എന്റെ സ്വന്തം അപ്പച്ചൻ വന്ന് വിളിക്കുന്ന പോലുള്ള ശാന്താർദ്രമായ ശബ്ദം എന്റെ കാതുകളിൽ മുഴങ്ങിക്കിട്ടു. ആരാണെന്ന് വന്ന് വിളിക്കുന്നറിയാൻ വേണ്ടി കട്ടിയായി പെയ്തുകൊണ്ടിരുന്ന കോടമഞ്ഞിൽ കൂടെ ഞാൻ മുന്നോട്ട് നോക്കുമ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തുന്ന ദിവ്യ ദർശനം. ആ കോടമഞ്ഞിൽ കൂടെ വെളുത്തു ചുവന്ന് ആണിപ്പെഴുതേറ്റ ആത്മനാഥന്റെ പൊൻകരം എനിക്ക് വേണ്ടി നീട്ടപ്പെടും.
എന്നെ കൂടുതൽ അത്ഭുത പരതന്ത്രനാക്കുമാർ ആ ദിവ്യകരം എന്റെ വിയർത്ത് കുതിർന്ന വലങ്കരത്തിൽ വന്ന് പിടിച്ചു. തത്സമയം എന്റെ ശരീരത്തിന്റെ ക്ഷീണവും വേദനയും ദാഹവും എല്ലാം മാറി പുതു ശക്തിയും പുതിയ ബലവും പ്രാപിച്ചു. ആ പൊൻകരം എന്നെ മുന്നോട്ട് നയിക്കാൻ തുടങ്ങുമ്പോൾ എന്റെ ജീവിതത്തിൽ ആദ്യമായി ഏതോ ഒരു ഭാഷയിൽ ഒരു പുത്തൻ ട്യൂണിൽ പാടാൻ തുടങ്ങി. 1-2 മിനിറ്റുകൾ കഴിഞ്ഞില്ല പ്രിയപ്പെട്ടവരെ, പ്രിയ കർത്താവിന്റെ നാവന്മേൽ എൻ പ്രിയൻ വലങ്കരത്തിൽ പിടിച്ചെന്നെ എന്ന ഗാനത്തിന്റെ ആരംഭ ചരണവും കോറസും പ്രദാനം ചെയ്തു. അത് പാടുന്തോറും പുതുശക്തിയും പുതിയ ബലവും പ്രാപിച്ചു. തത്സമയം പ്രിയ കർത്താവിന്റെ ദിവ്യകരദർശനം അപ്രത്യക്ഷമായി. 1-2 മിനിറ്റുകൾക്കുള്ളിലാണ് എൻ പ്രിയൻ വലങ്കരത്തിൽ പിടിച്ചെന്നെ എന്ന ഗാനത്തിന്റെ ആരംഭ ചരണവും കോറസും ആത്മനാഥൻ എന്ന നാവിൽ പ്രദാനം ചെയ്തു. പാടുന്തോറും പൊതുശക്തിയും ബലവും പ്രാപിച്ചുകൊണ്ട് ആ ഭാരമുള്ള ബ്രീഫ് കേസ് എടുത്ത് വലങ്കരത്തിൽ നിവൃത്തി കൂടെയും പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള കൃപ പകർന്നപ്പോൾ പ്രിയ കർത്താവിന്റെ ദിവ്യകരദർശനം അപ്രത്യക്ഷമാകുകയും ആ 3 കിലോമീറ്റർ ദൈർഘ്യമുള്ള പാതയിലെ കയറ്റങ്ങളും ഇറക്കങ്ങളും ഓടിക്കേറി ഇറങ്ങിപ്പോകുവാൻ അവിടുന്ന് കൃപ പകരുകയും തത്സമയം തുറന്നുള്ള ചരണങ്ങൾ അവിടുന്ന് എന്റെ നാവിൽ ദാനമായി തരുകയും 9:25 ഫ്രാൻസിസ് വാളായിലച്ചന്റെ പള്ളിയിൽ ചെന്ന് ചേരുവാൻ ഇടയാകുകയും ചെയ്തു. ഫ്രാൻസിസ് വാളായിലച്ചൻ നല്ലൊരു കരിസ്മാറ്റിക് പ്രീസ്റ്റായിരുന്നു. എന്നെ കാണാനായിട്ട് ആകാംക്ഷയോടെ കാത്തു നിൽക്കുകയായിരുന്നു അച്ഛൻ. അച്ഛൻ്റെ അടുക്കൽ ചെന്ന് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾ 2 പേരും കൂടെ സ്വർഗീയ കർത്താവിന് മഹത്വം ഉറപ്പിച്ചത് ഈ തരുണത്തിൽ സ്മരിച്ചുകൊണ്ട് സ്വർഗീയ വല്ലഭന് ഞാൻ മഹത്വം കരറ്റുകയാണ്. അങ്ങനെയാണ് അച്ഛോ സംഗീത ഇതുവരെയും പഠിച്ചിട്ടില്ലാത്ത ബലഹീനനായ എനിക്ക് പാട്ടുകൾ കമ്പോസ് ചെയ്യുവാൻ, പുത്തൻ രാഗത്തിൽ പാട്ടുകൾ കമ്പോസ് ചെയ്യുവാൻ ആദ്യമായി പ്രിയ കർത്താവ് കൃപ പകർന്നു. കാനറ ബാങ്കിന്റെ ഒരു മാനേജർ ആയിരിക്കുക വളരെ ആകർഷകമായ ഒരു ജോലിയാണ്. നല്ല ശമ്പളം. അങ്ങനെയുള്ള ആകർഷകമായ നല്ല ശമ്പളമുള്ള ഒരു സുഖജീവിതം നയിക്കുവാനായിട്ട് എല്ലാ സാധ്യതകളുമുള്ള ആ ജോലി ഉപേക്ഷിച്ച് ഒരു സുവിശേഷ വേലയിലേക്ക് വരിക എന്ന് പറയുന്നത് വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു കമ്മിറ്റ്മെന്റിന്റെ ഭാഗമാണ്. അപ്പോൾ ഈ ഒരു യാത്രയിലേക്ക്, ഒരു ട്രാൻസ്ഫോർമേഷനിലേക്ക് സാറ് പ്രവേശിക്കുമ്പോൾ നേരിട്ട വെല്ലുവിളികൾ അത് ഒന്ന് വിവരിക്കാം. നിശ്ചയമായിട്ടും വെച്ചോ. ഞാൻ കേരള ബാങ്ക് മാനന്തവാടിക്ക് സമയമുള്ള പനമരം ബ്രാഞ്ചിലാണ് ആദ്യമായിട്ട് ജോയിൻ ചെയ്തത്. പനമരം ബ്രാഞ്ചിന് തൊട്ട് സമീപമാണ് പനമരം ഗവൺമെന്റ് ഹൈസ്കൂൾ. അവിടുത്തെ ഹെഡ് മാസ്റ്റർ പലപ്പോഴും കുട്ടികളെ അഡ്രസ് ചെയ്യുവാൻ എന്നെ ക്ഷണിക്കുന്നുണ്ട്. ദൈവമേ, ഞാൻ അവിടെ പോയി ചെയ്യുന്ന പ്രസംഗങ്ങളൊക്കെ ഹെഡ് മാസ്റ്റർക്കും അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും വളരെ പ്രിയപ്പെട്ടതായി തോന്നി. ഒരു ദിവസം ബാങ്കിൽ ഒരു ദുരന്ത വാർത്ത എത്തി. പനമരം ഗവൺമെന്റ് ഹൈസ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന 11 വയസ്സുള്ള ഒരു നമ്പ്യാർ തറവാട്ടപ്പെട്ട സുന്ദരനും സമർത്ഥനുമായിട്ടുള്ള ബാലൻ എന്റെ അച്ഛന്റെ മൃഗീയ മരണത്തെ പ്രതിഷേധിച്ച് എന്ന കുറിപ്പടി എഴുതി വെച്ചുകൊണ്ട് സൂയിസൈഡ് ചെയ്തിരിക്കുന്നുള്ള വാർത്ത. ആ വാർത്ത അറിഞ്ഞപ്പോൾ ഞാൻ ഇരുന്ന സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് സ്റ്റോറിൽ പോയി പൊട്ടിക്കരഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രിയ കർത്താവെ, അങ്ങനെ പല പ്രാവശ്യവും പനമരം ഗവൺമെന്റ് ഹൈസ്കൂളിൽ കുട്ടികളെ അഡ്രസ് ചെയ്യുവാൻ കൊണ്ടുപോയി. ആ കൊച്ചുമോൻ ഞാൻ അവിടെ ചെന്ന് ചെയ്ത പ്രസംഗം കേട്ടിട്ടുണ്ടാവും. ഒരു ദിവസം നേരിട്ടെങ്കിലും ആ കൊച്ചു നമ്പ്യാർ മോനെ കാണാൻ സാധിക്കാതായിപ്പോയല്ലോ കർത്താവേ. അങ്ങനെയാണെങ്കിൽ അവനെ ആത്മരക്ഷയിലേക്ക് നയിക്കാമായിരുന്നു. ഇപ്രകാരം വേദനിക്കുന്ന ആയിരക്കണക്കിന് 10,000-കണക്കിന് ക്രൈസ്തവരായ കുഞ്ഞോമനകളെ സുവിശേഷവൽക്കരിക്കുവാൻ അവർക്ക് ഏറ്റവും ഹൃദ്യമായ പേരോടുകൂടി ഒരു ബാലബുക്കറ്റ് എഴുതുവാൻ സഹായിക്കണം എന്ന് പ്രാർത്ഥിക്കുകയും 24 പോക്കറ്റ് സൈസ് പേജുകളുള്ള മൾട്ടിക്കളേഡ് പിക്ചേഴ്സ് ഉള്ള ടെക്സ്റ്റ് ബുക്ക് ക്വാളിറ്റി പേപ്പറിൽ അച്ചടിക്കുന്ന കുട്ടികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട, പ്രത്യേകിച്ച് അക്രൈസ്തവരായ കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഓറഞ്ച് എന്ന ബുക്ക്ലെറ്റ് പ്രസിദ്ധീകരിക്കപ്പെടുവാൻ ഇടയാവുകയും ചെയ്തു. ഇതിനോടകം 6 ലാംഗ്വേജ് എഡിഷൻസിൽ ആ ബാലബുക്ക്ലെറ്റുകൾ തയ്യാറാക്കപ്പെട്ട് കുഗ്രാമങ്ങൾ കഴിയുന്ന, വിശിഷ്യ ഉത്തരേന്ത്യൻ കുഗ്രാമങ്ങൾ കഴിയുന്ന കുഞ്ഞോമനകൾക്ക് സമ്മാനിച്ചുകൊണ്ടിരിക്കുകയാണ്.
നമ്മുടെ കുട്ടികൾ സുവിശേഷം കേട്ട് മനമെടുത്തിരിക്കുമ്പോൾ അക്രൈസ്തവരായ കുഞ്ഞോമനകൾ സുവിശേഷത്തിന് വേണ്ടി കൊതിയോടെ കാത്തുകൊണ്ടിരിക്കുക. സാൻ ഫ്രാൻസിസ് പ്രസ് എറണാകുളം എന്ന പ്രസ്സിൽ നിന്ന് ഞങ്ങൾ അച്ചടിച്ച് തയ്യാറാക്കി വിടുന്ന ബാലബുക്കറ്റുകൾ റെയിൽവേ പാഴ്സൽ വഴിയായി, ട്രക്ക് പാഴ്സൽ വഴിയായി ഉത്തരേന്ത്യൻ കുഗ്രാമങ്ങളിൽ കഴിയുന്ന കുഞ്ഞോമനകൾക്ക് സമ്മാനിക്കുവാൻ നമ്മുടെ കേരളീയരായ വിവിധ സംഘങ്ങളിൽ പ്രവർത്തിക്കുന്ന മിഷണന്മാരുടെ സഹകരണത്തോടെ അയച്ചു കൊടുത്തുകൊണ്ടിരിക്കുക. ഇതിനിടയ്ക്ക് ക്രിസ്ത്യൻ ഫൗണ്ടേഷൻ ഫോർ ദ ബ്ലൈൻഡ് ജർമ്മനി ഈ ബാലബുക്കിന്റെ പ്രസക്തിയെ വിലയിരുത്തി ഇതിന്റെ കോപ്പിറൈറ്റ് അന്ധരായ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ആ ബാലബുക്കറ്റുകൾ ബ്രെയിൽ ലിപിയിൽ പ്രസിദ്ധീകരിക്കാനുള്ള കോപ്പിറൈറ്റ് ആവശ്യപ്പെട്ടു. ഞങ്ങൾ ഫ്രീ ആയിട്ട് കോപ്പിറൈറ്റ് എൻഡോഴ്സ് ചെയ്തു. 3 ലാംഗ്വേജ് എഡിഷൻസ് അവർ ബ്രെയിൽ പതിപ്പിൽ പ്രസിദ്ധീകരിച്ചു. അതിന്റെ മലയാളം പതിപ്പിന്റെ പ്രകാശനം ആലുവ സ്കൂൾ ഫോർ ദ ബ്ലൈൻഡിൽ വെച്ച് നടത്തപ്പെട്ടു. അന്ന് ഞാൻ കാനറ ബാങ്ക് തൃപ്പൂണിത്തുറയിൽ വർക്ക് ചെയ്യാം. ആദ്യമായിട്ടാണ് ഒരു കൂട്ടം അന്ധരായ വിദ്യാർത്ഥികളെ ഞാൻ കാണുന്നത്. അപ്പൊ എറണാകുളം പട്ടണത്തിലെ ബാങ്കുകളിലും കമ്പനികളിലും ഒക്കെ വർക്ക് ചെയ്യുന്ന പ്രൊഫഷണൽസ് ആണ് മീറ്റിംഗ് ക്രമീകരിച്ചത്. പ്രകാശന കർമ്മമെല്ലാം നിർവഹിച്ച് ഒരു അന്ധയായ മുസ്ലിം ബാലിക ദൈർവ്യാഞ്ജനെതിയ ആ ബാലബുക്കിന്റെ പ്രിഫേസ് പോർഷൻ വായിച്ച് കേൾപ്പിച്ചപ്പോൾ എന്റെ കണ്ണുകൾ നിറഞ്ഞു വരാൻ. പ്രസംഗം ആരംഭിച്ചു. കുറച്ചു കഴിഞ്ഞപ്പോൾ കുട്ടികളെല്ലാം പൊട്ടിക്കരയുന്നു. 14 വയസ്സുള്ള ഒരു കൊച്ചുമോൻ ഇപ്പോഴും ഞാൻ ഓർക്കുകയാണ്. എൻ്റെ അത് കൺമണ്ണിൽ കൊള്ളായിരുന്നു. അവന്റെ കണ്ണുകളിൽ ജന്മന കൃഷ്ണമണികളില്ല. ആ കൃഷ്ണമണികളില്ലാത്ത കണ്ണുകളിൽ കൂടെ കണ്ണുനീർ തുള്ളികൾ അടർന്നറന്ന് വീഴുന്ന കണ്ട് ഞാൻ ഗദ്ഗത കണ്ണനായിപ്പോയി. എനിക്ക് കുഞ്ഞുങ്ങൾ കരയുന്നത് കേൾക്കുന്ന വളരെ അസഹനീയമാണ്. എനിക്ക് ഇത്രയും പ്രായമുണ്ടെങ്കിലും ഈ ബാലികാ ബാലന്മാരുടെ അല്ലെ കുഞ്ഞുങ്ങളുടെ കരച്ചിൽ കേൾക്കുന്ന വളരെ അസഹനീയമാണ്. ഈ കുഞ്ഞുങ്ങളുടെ കണ്ണുനീര് കണ്ട് ഗദ്ഗത കണ്ണനായിട്ട് അവിടെ നിൽക്കുമ്പോൾ ദൈവശബ്ദം കേട്ടു, മോനെ ഈ കുഞ്ഞുങ്ങളുടെ പറയുക, കുഞ്ഞുങ്ങളെ നിങ്ങളുടെ അടഞ്ഞ കണ്ണുകൾ തുറക്കപ്പെടും. യേശു അപ്പച്ചന്റെ വീണ്ടും വരവിക്കൽ നിങ്ങൾ ആദ്യമായി കാണാൻ പോകുന്നത് അവിടുത്തെ പൊന്മുഖമായി. യേശു അപ്പച്ച അങ്ങ് എത്രയും പെട്ടെന്ന് വീണ്ടും വരണമേ, ഞങ്ങളുടെ കണ്ണുകൾ തുറന്നു തരണമേ എന്നുള്ള പ്രാർത്ഥനയോടെ മൽപ്രിയനെ എന്നേശു നായകനെ എന്നുള്ള പാട്ട് ദൈർവേദന എഴുതിയ ആ പാട്ട് പാടാനായിട്ട് ഞാൻ അവരോട് അഭ്യർത്ഥിച്ചു. അയ്യോ, കുഞ്ഞുങ്ങളെ കൊണ്ട് എഴുന്നേറ്റ്. പ്രത്യേകിച്ച് അന്ധരായ കുഞ്ഞുങ്ങൾക്ക് പാടാനൊരു പ്രത്യേക വാസനയുണ്ടല്ലോ. ആ കുഞ്ഞുങ്ങളങ്ങോട്ട് എഴുന്നേറ്റ് വലങ്കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി പാടാൻ തുടങ്ങി. ഞങ്ങളെല്ലാവരും കടന്നു നിൽക്കുന്നു. അന്ന് രാത്രി എനിക്ക് ഉറങ്ങാൻ സാധിച്ചില്ല. ഈ കൊച്ചു കുഞ്ഞുങ്ങളുടെ കണ്ണുകളിൽ നിന്ന് നടന്നു വേണം കണ്ണുനോർത്തുകളുടെ ദുഃഖസ്മരണകൾ എന്നെ ഉറക്കത്തിൽ നടത്തിക്കൊണ്ടിരുന്നു. പിറ്റേ ദിവസം ഞാൻ കാനറ ബാങ്ക് തൃപ്പൂണിത്തുറയിലേക്ക് പോകുമ്പോൾ തൃപ്പൂണിത്തുറ മിൽമ ഡയറിയുടെ ഫ്രണ്ടിലുള്ള ഒരു പാഴ്മരത്തിൽ ഒരു കൊച്ചു ബാലൻ, ഒരു 14 വയസ്സുള്ള ബാലൻ കെട്ടിത്തൂങ്ങി ആത്മഹത്യ ചെയ്തത്. അതിനുശേഷം ദൈവവിളി ഉണ്ടായി, മോനെ നിന്റെ ആകർഷണീയമായ ജോലി ഉപേക്ഷിച്ച് എന്റെ വേലയ്ക്ക് വേണ്ടി നീ ഇറങ്ങി വരിക. കാനറ ബാങ്കിലെ കനത്ത ശമ്പളവും പ്രൊമോഷൻ സാധ്യത ഉപേക്ഷിച്ച് അക്രൈസ്തവരായ കുഞ്ഞുങ്ങളുടെ സുവിശേഷവൽക്കരണത്തിന് വേണ്ടി ഇറങ്ങി വരുവാൻ എനിക്ക് വലിയ പ്രയാസമായി. സഭാ സംഘടനകൾക്കൊന്നും തന്നെ ആ ഒരു പ്രത്യേക ശുശ്രൂഷയുടെ ആഭിമുഖ്യം ഇല്ലാതിരിക്കുന്ന സാഹചര്യത്തിൽ ആ ലക്ഷ്യ സാക്ഷാത്കരണത്തിന് വേണ്ടി എന്റെ ആകർഷണീയമായ ജോലി ഉപേക്ഷിച്ച് ഇറങ്ങാൻ വലിയ പ്രയാസം. ഗിദെയോൻ ചോദിച്ച പോലെ ഞാൻ അടയാളങ്ങൾ ചോദിച്ചു. പ്രിയ കർത്താവ് അടയാളങ്ങളൊക്കെ ധാരാളമായി നൽകി. അങ്ങനെ 1997 ഏപ്രിൽ മാസം 11-ാം തീയതി പൂർണ്ണ സമയം കർത്താവിന് വേണ്ടി സമർപ്പിതനായി വേലപ്പെട്ടു. ഞങ്ങളുടെ ഡിവിഷൻ മാനേജർ ആർക്കിണി എന്ന ഒരു കൊങ്കണി ബ്രാഹ്മണനായിരുന്നു. അദ്ദേഹത്തിന് എന്നോട് വലിയ സ്നേഹമായിരുന്നു. കാരണം കാനറ ബാങ്കിന്റെ ഈ പബ്ലിക് കോൺടാക്ട് പ്രോഗ്രാംസ് ഒക്കെ വരുമ്പോൾ വെൽക്കം സ്പീച്ച് നടത്തേണ്ട അദ്ദേഹമാണ്. പക്ഷെ എന്നെയാണ് പലപ്പോഴും നിയോഗിക്കാറുള്ളത്. സാറിനെ പരമാവധി പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു. എങ്കിലും ഞാൻ പതറാതെ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു. സുഹൃത്തുക്കൾ സെൻഡ് ഓഫ് ഒക്കെ നൽകി കാനറ ബാങ്ക് തൃപ്പൂണിത്തുറ ഓഫീസിന്റെ മെയിൻ എക്സിറ്റിൽ കൊണ്ടുപോകും. കഴിഞ്ഞ സാർ എന്നെ നോക്കി കരയാൻ തുടങ്ങി. എന്റെ കരങ്ങളിൽ കയറി പിടിച്ചിട്ട് പറഞ്ഞു, തോമസ് മാത്യു, സർവേശ്വരന് വേണ്ടി തോമസ് മാത്യു ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെച്ചു. സർവേശ്വരൻ തോമസ് മാത്യുവിന് വേണ്ടി 10 സ്റ്റെപ്പുകൾ മുന്നോട്ട് വയ്ക്കാതെ സർവേശ്വരന് വേണ്ടി സമർപ്പിതരായവരെ ആരെയും അവർ അവിടുന്ന് കൈയൊഴിഞ്ഞിട്ടില്ല. ഓർക്കണം, ഒരു ഹൈന്ദവ
കൊങ്കണി ബ്രാഹ്മണൻ ഓഫീസിൽ കൂടെ ദൈവത്തിന്റെ ആത്മാവ് പറയിപ്പിക്കുകയായിരുന്നു. തോമസ് മാത്യു സർവേശ്വരന് വേണ്ടി ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെച്ചു. സർവേശ്വരൻ തോമസ് മാത്യുവിന് വേണ്ടി 10 സ്റ്റെപ്പുകൾ മുന്നോട്ട് വയ്ക്കാതെ ഇരിക്കുകയില്ല. സർവേശ്വരന് വേണ്ടി സമർപ്പിതരായവരെ ആരെയും അവിടുന്ന് കൈവിടിഞ്ഞിട്ടില്ല. ആ വാക്കുകൾ കേട്ടോണ്ട് ഞാൻ വിശ്വാസം മാത്രം കൈമുതലാക്കിയത്. ഞാൻ ബാങ്കിൽ നിറങ്ങുമ്പോൾ ഞാൻ വളരെ വിഷമിച്ച്, കർത്താവേ, ഓറഞ്ച് ബുക്കിലെറ്റ് എൻ്റെ സാലറിയിൽ നിന്ന് എൻ്റെ പ്രൊട്ടക്ഷൻ കോസ്റ്റൊക്കെ മീറ്റ് ചെയ്തതാണ് അച്ചടിച്ച് തയ്യാറാക്കിക്കൊണ്ടത്. കർത്താവേ, എങ്ങനെ ഈ ബാല ബുക്കിലെറ്റ് അടിക്കും? എൻ്റെ ജോലി നഷ്ടപ്പെട്ടിരിക്കും. ലക്ഷക്കണക്കിന് ക്രൈസ്തവരായ കുഞ്ഞുങ്ങൾക്ക് ബാല ബുക്കിലെറ്റുകൾ ആവശ്യമാണ്, പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിലെ ഗ്രാമങ്ങൾ കഴിയുന്ന കുഞ്ഞുങ്ങൾക്ക്. ഞാൻ എങ്ങനെ ഈ ബാല ബുക്കിലെറ്റ് തയ്യാറാക്കും? ദൈവശബ്ദം കേൾക്കാൻ തുടങ്ങി. മൈ സൺ, ബി കറേജിയസ് ആൻഡ് കോൺഫിഡന്റ്, മൈ ഗ്രേസ് ഈസ് സഫിഷ്യന്റ് ഫോർ യു. ആ വാക്കുകൾ കിട്ടുകൊണ്ട് ഞാൻ മുന്നോട്ടിറങ്ങി വീട്ടിൽ വന്നു. നാട്ടുകാരുടെ ശക്തിയേറിയ എതിർപ്പുകളും വിമർശനങ്ങളും, ആ വിമർശനങ്ങൾ ഏറ്റുകൊണ്ട് ഞാൻ വേദനിക്കുമ്പോൾ വാട്ട് ജീസസ് ഐ സെർവ്ഡ് എന്ന പാട്ടിന്റെ വിവർത്തനം പരിശുദ്ധാത്മാവാം പ്രയത്നമായി. അങ്ങനെ ആദ്യമായി ഓൾ ടു ജീസസ് ഐ സെർവ്ഡ് എന്ന ഗാനത്തിന്റെ ആശയ സമാനത കൃത്യമായി കാത്തു പുലർത്തി വിവർത്തനം ചെയ്യുവാൻ പ്രിയ കർത്താവിനെ സഹായിച്ചു. നമ്മുടെ തോമസ് നോട്ടൺ എന്ന സീമസ് മെഷോയ് ആലപ്പുഴയിൽ വന്നതിൻ്റെ 200-ാം വാർഷിക ദിനാചരണത്തിൽ ആലപ്പുഴ CSI ചർച്ച് ഗായക സംഘം ദൈവകൃപയാൽ ഞാൻ ചെയ്ത വിവർത്തിത വരികൾ പാടിക്കേട്ടപ്പോൾ എൻ്റെ കണ്ണുകൾ നിറഞ്ഞ് ഞാൻ കർത്താവിന് മുഖത്ത് ഓർമ്മിച്ചു. ഇത് കഴിഞ്ഞതിന് ശേഷം 1 വർഷം കഴിഞ്ഞപ്പോൾ പ്രിയ കർത്താവിനെ കാനഡയിലേക്ക് കൊണ്ടു. കാനഡയിൽ ഒട്ടോവയിലായിരിക്കും കിണിസാറ് പറഞ്ഞ വാക്കുകൾ ഇത് തോമസ് മാത്യു സർവേശ്വരന് വേണ്ടി 1 സ്റ്റെപ്പ് മുന്നോട്ട് വെച്ചു. സർവേശ്വരൻ തോമസ് മാത്യുവിന് വേണ്ടി 10 സ്റ്റെപ്പുകൾ മുന്നോട്ട് വയ്ക്കാതിരിക്കുകയില്ല. സർവേശ്വരന് വേണ്ടി സമർപ്പിതരായവരെ ആരെയും ഇവിടുന്ന് കൈവിടിഞ്ഞിട്ടില്ല എന്ന് ഓർത്തുകൊണ്ട് എൻ്റെ ഒരു സുഹൃത്തിന്റെ അപ്പാർട്ട്മെന്റിൽ താമസിക്കുമ്പോൾ പെട്ടെന്ന് ദൈവത്തിന്റെ ആത്മാവ് നൽകി ഗാനമത്രേ, എൻ യേശുവേ ആരാധ്യനെ, അങ്ങയ്ക്ക് 1000 സ്തോത്രം, 1000 നന്ദി എന്ന ഗാനം. യൂട്യൂബ് എടുത്തിട്ട് തോമസ് മാത്യു കരുനാഗപ്പള്ളി എന്ന് സെർച്ച് ചെയ്യുമ്പോൾ പ്രസ്തുത ഗാനം മലയാള മനോരമ നന്നായിട്ട് അവതരിപ്പിച്ചിരിക്കുന്നത് കാണുവാൻ കഴിയും. അതുപോലെ തന്നെ കൃപയാഞ്ഞൻ എഴുതിയ ഇതര ഗാനങ്ങളും മലയാള മനോരമ, ആത്മീയാത്ര TV, പവർവിഷൻ TV തുടങ്ങിയ ദൃശ്യമാധ്യമങ്ങളും കൃപയാഞ്ഞൻ വിവർത്തനമാക്കിയ All to Jesus I surrender, Amazing Grace, O Lord my God, വണക്കിൽ പാറവേ തുടങ്ങിയ 4 വിശ്വവിഖ്യാത ഗാനങ്ങളുടെ ഓൾ സൈൻസ് CSI ചർച്ച് കൊയർ പാടിയ ആ പ്രസ്തുത ഗാനങ്ങളുടെ വിവർത്തിത വരികളുടെ ദൃശ്യ ആവിഷ്കാരങ്ങളും വെൻ പീസ് ലൈക്ക് എ റിവർ എന്ന പാട്ടിന്റെ ദൈവമക്കൾ എന്നോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ കീർത്തനങ്ങളിലൊക്കെയുള്ള നദീതുല്യം ശാന്തി വരട്ടാൻ വേണ്ടി എന്നുള്ള ട്രാൻസ്ലേഷൻ ഇൻകറക്റ്റ് ആണ്. ആ ഒറിജിനൽ ലൈൻസുമായിട്ട് അല്പം പോലും പൊരുത്തപ്പെടുന്നില്ല. അതിന് തനതായ ഒരു കമ്പോസ് ചെയ്യാനായിട്ട് വിവർത്തനം ചെയ്യണമെന്ന് എന്നോട് ആവശ്യപ്പെടുകയും അങ്ങനെ ദൈവകൃപയാൽ ആ പാട്ടും വിവർത്തനമാക്കാൻ ഇടയാകുകയും ചെയ്തു. അത് മുണ്ടക്കായം CSI ചർച്ച് കൊയർ പാടിയതിന്റെ വീഡിയോയും നിങ്ങൾക്ക് കാണാൻ കഴിയും. ആ ലിങ്ക് ഞാൻ ഒന്നുകൂടെ ആവർത്തിച്ച് പറയുകയാണ്. യൂട്യൂബ് എടുത്തിട്ട് തോമസ് മാത്യു കരുനാഗപ്പള്ളി എന്ന ലിങ്ക് സെർച്ച് ചെയ്യണം. ലോർഡ്സ് മൈ ഷെപ്പേർഡ് എന്ന ഗാനം വളരെ പ്രശസ്തിയേറിയ ഗാനമാണ്. യൂറോപ്യൻസ് ആൻഡ് അമേരിക്കൻസ് അവരുടെ ഫെസ്റ്റീവ് ഫങ്ഷൻസിലൊക്കെ പാടുന്നൊരു പാട്ടാണ് ലോർഡ്സ് മൈ ഷെപ്പേർഡ്. ബഹുമാന്യരായ അച്ഛന്മാരും അന്മാരും ആ ഗാനം നന്നായിട്ട് വിവർത്തിതമാക്കണമെന്ന് എന്നോട് ആവശ്യപ്പെടുകയും ഇംഗ്ലീഷ് മ്യൂസിക്കിന്റെ ബാലപാഠം പോലും ഇതുവരെയും പഠിച്ചിട്ടില്ലാത്ത ബലഹീനനായ എന്നെ കൊണ്ട് 1890 ഫ്രാൻസിസ് റൗസ് എന്ന ബ്രിട്ടീഷ് പാർലമെന്റേറിയൻ കമ്പോസ് ചെയ്ത ബ്രിട്ടീഷ് പാർലമെന്റ് 3 പ്രാവശ്യം കൂടി ചർച്ച ചെയ്ത് അവരുടെ ഔദ്യോഗിക ക്രിസ്തീയ കീർത്തനമായി പ്രസിദ്ധീകൃതമാക്കി ആ ഗാനം വിവർത്തനമാക്കുവാൻ കൃപ ഉപകരിച്ചു. അത് പാടിയിരിക്കുന്നത് തിരുവല്ലയിലെ പ്രശസ്ത ഗായക സംഘമായ കോറിസ്റ്റേഴ്സ് ഫെലോഷിപ്പ് എന്ന ഗായക സംഘമാണ്. തിരുവല്ല ബിലീവേഴ്സ് ഹോസ്പിറ്റൽ ഡോക്ടേഴ്സും അതുപോലെ തന്നെ മാർത്തോമ കോളേജിലെ പ്രൊഫസേഴ്സും എല്ലാം കൂടെ ചേർന്ന് പാടിയ വീഡിയോ നിങ്ങൾക്ക് കാണാൻ കഴിയും. അതിന്റെ ലിങ്ക് കോറിസ്റ്റേഴ്സ് ഫെലോഷിപ്പ് തിരുവല്ല. സാറിന്റെ ഈ
ജീവിതാനുഭവങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഓൾ ടു ജീസസ് ഐ സറണ്ടർ ആ പാട്ട് വളരെ മീനിങ് ഫുൾ ആണ്, അനർത്ഥകമായി തീരുന്നു. അത് ട്രാൻസ്ലേറ്റ് ചെയ്ത ഒരാളിൽ നിന്ന് തന്നെ അത് കേൾക്കുന്നത് എനിക്ക് തോന്നുന്നത് എല്ലാവർക്കും വളരെ പ്രചോദകരമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് അതിന്റെ സ്റ്റാൻസ ഒന്ന് പാടാമോ? ഒരു സ്റ്റാൻസ് പാടാം. Yeah. ഒരു സ്റ്റാൻസ് ഞാൻ നിങ്ങൾക്കായിട്ട് പാടാം. മാത്രമല്ല ഞാൻ ഒരു കാര്യം കൂടെ പറയാൻ വിട്ടുപോയി. നമ്മുടെ ക്രിസ്തീയ കീർത്തനങ്ങളിൽ ദൈവമായ കർത്താവിനെ നീ നിന്റെ അവൻ ഇവൻ താൻ തൻ്റെ ഇങ്ങനെയുള്ള ഭക്തിദ്യോതകമല്ലാത്ത സർവനാമ പ്രയോഗങ്ങൾക്കെതിരെ ശക്തമായി പ്രതിഷേധിക്കുകയും പ്രതികരിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഓൾ ടു ജീസസ് ഐ സറണ്ടർ എന്ന പാട്ട് ആശയ സമാനത കൃത്യമായി കാത്തു പുലർത്തി ദൈവമായ കർത്താവിനെ നീ നിന്റെ താൻ തൻ്റെ അവൻ ഇങ്ങനെയുള്ള സർവനാമ പ്രയോഗങ്ങൾ വർജിച്ചുകൊണ്ട് വിവൃത്തമാക്കുവാണെന്ന് പലരോടും ഞാൻ നമ്മുടെ കേരളക്കരയിലെ ക്രിസ്തീയ ഗായകരോട് ഗാന സംവിധായകരോടൊക്കെ പറഞ്ഞിട്ടും അവർ പുറകോട്ട് താല്പര്യം കാട്ടാതെ മാറുകയും, എന്നാൽ എൻ്റെ നാട്ടുകാരുടെ കാനറ ബാങ്കിലെ ജോലി കളഞ്ഞു വെച്ച് കർത്താവിന്റെ വിലയ്ക്ക് വേണ്ടി ഇറങ്ങിയപ്പോൾ എന്ന നാട്ടുകാരിൽ നിന്നൊക്കെ ശക്തിയേറിയ ആക്ഷേപങ്ങളും വിമർശനങ്ങളും ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കും. എന്നെ മുട്ടമ്മയിൽ നിന്ന് പ്രാർത്ഥിച്ചപ്പോൾ പ്രിയ കർത്താവ് ദാനമായി ഓൾ ടു ജീസസ് ഐ സറണ്ടർ എന്ന ഗാനത്തിന്റെ വരികൾ പ്രദാനം ചെയ്യുക. അതിന്റെ ഒരു സ്റ്റാൻസ് ഞാൻ പാടാനായിട്ട് ആഗ്രഹിക്കുന്നു. സമർപ്പിക്കുന്നേൻ എൻ കർത്തൻ യേശുവിനായി ആശ്രയിക്കും എൻ പ്രിയനിൽ പാർക്കും ഞാൻ തൃസന്നിധാനം സമർപ്പിക്കുന്നു ഞാൻ പൂർണ്ണമായി യേശുനാഥ അങ്ങേയ്ക്കായി ഞാൻ സമർപ്പിക്കുന്നു. വളരെ അർത്ഥവത്തായിട്ടുള്ള ട്രാൻസ്ലേഷൻ. ഇനി സാറിന്റെ വ്യക്തിപരമായ ജീവിതത്തിലെ ചെറുപ്പകാലത്തിലേക്ക് ഒന്ന് വന്നാൽ നമ്മളൊക്കെ സമയം ഒരു ബാല്യകാലത്തിലേക്ക് നമ്മൾ വരുമ്പോൾ നമ്മുടെ എല്ലാം ആത്മീയതയും ഭക്തിയൊക്കെ രൂപപ്പെട്ടു വരുന്നത് നാം ജനിച്ചു വളർന്ന ചുറ്റുപാടുകളും നമ്മുടെ സഭയും അതേപോലെയുള്ള കൂട്ടായ്മകളും പ്രാർത്ഥനകളൊക്കെയാണ്. ഞാൻ മനസ്സിലാക്കുന്ന സാറ് ഒരു CSIയിലെ അംഗമാണെന്നുള്ളതാണ്, അല്ലെങ്കിൽ അങ്ങനെയാണ് വളർത്തപ്പെട്ടത്. അപ്പോൾ ആ സഭയുടെ സ്വാധീനവും അവിടുത്തെ ആരാധനകളും രീതികളും സാറിനെ എപ്രകാരമാണ് ഈ ഒരു ശുശ്രൂഷയ്ക്ക് സഹായിക്കുകയും പ്രചോദനം നൽകുകയും ചെയ്തത്? എനിക്ക് ബാല്യകാലാനുഭവങ്ങൾ വിലയിരുത്തുമ്പോൾ പലപ്പോഴും ഗാനരചനകൾക്ക് പ്രോത്സാഹനം നൽകിയവർ ആരും തന്നെ ഇല്ലെന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ പ്രത്യേകിച്ച് എനിക്ക് പ്രോത്സാഹനജനകമായി അനുഭവങ്ങൾ വിലയിരുത്തുവാൻ അല്ലെങ്കിൽ സ്മരിക്കാൻ വളരെ കുറവാണ്. ഞാൻ ആ അനുഭവങ്ങളിലേക്ക് കടക്കുമ്പോൾ വളരെ ചുരുക്കം പേരിൽ നിന്ന് മാത്രമേ എനിക്ക് പ്രോത്സാഹനം ലഭിച്ചിട്ടുള്ളൂ. ഞാൻ എപ്പോഴും നന്ദിയോട് ഓർക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ട അപ്പച്ചനെയാണ്. അപ്പച്ചൻ ഒരു യൂറോപ്യൻ ടീസ്റ്റൽ ഡെപ്യൂട്ടി മാനേജറായിരുന്നു. നയ പൈസ കൈക്കൂലി വാങ്ങിക്കുകയോ കൈക്കൂലി കൊടുക്കുകയോ ചെയ്യുന്ന ഒരു പിതാവ് ആയിരുന്നു. കൈക്കൂലി വാങ്ങിക്കുന്നതിനും കൈക്കൂലി എതിരെ പ്രതികരിക്കുന്നതിനും അപ്പച്ചൻ ആദർശ ധീരത കണ്ടു.
അതുപോലെ തന്നെ പ്രിയപ്പെട്ട അമ്മച്ചി വളരെ ദൈവപ്രേമം വന്നവർ. കാനറ ബാങ്കിൽ നിന്ന് ഫുൾ ടൈം മിനിസ്ട്രിക്ക് വേണ്ടി വിളിയുണ്ടായപ്പോൾ എല്ലാവരും എന്നെ എതിർത്തപ്പോൾ അമ്മച്ചി മാത്രമായിരുന്നു പ്രോത്സാഹനജനകമായി ഉണ്ടായിരുന്നു. അപ്പച്ചൻ 1989 മരിച്ചു. എന്റെ ജീവിതാനുഭവം മുമ്പേ പറഞ്ഞല്ലോ, 95% ട്രാജഡീസ് ആൻഡ് സോറോസ് ആൻഡ് ബെറിമെന്റ്. ബാങ്കിൽ നിന്ന് 4 മാസം അവധിക്ക് ഞാൻ കാനറ ബാങ്ക് ഹരിപ്പാട് ശാഖയിൽ നിന്ന് അമേരിക്കയിലെത്തി. ഞാൻ പ്ലെയിനിൽ കയറുന്ന സമയത്ത് ആദ്യമായിട്ട് പ്ലെയിനിൽ കയറുന്ന ഒരു പ്രത്യേക അനുഭൂതിയൊക്കെ ആണല്ലോ. ട്രിവാൻഡ്രം എയർപോർട്ടിൽ നിന്ന് ഞാൻ ആദ്യമായി പ്ലെയിനിൽ കയറുന്ന സമയം ആ പ്ലെയിനിൽ കയറുന്ന ഗോവണിയുടെ അടുത്തേക്ക് വന്നപ്പോൾ ഒരു നിമിഷം ഞാൻ മുട്ടം മേലെന്ന് പ്രാർത്ഥിച്ചു. പോലീസും കുവൈറ്റ് എയർവേസിന്റെ സ്റ്റാഫും ഒക്കെ നോക്കി നിൽക്കവേ ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവേ, അടിയനെ അങ്ങ് അമേരിക്കയിലേക്ക് ഡോളർ വാരിക്കൊണ്ടുവരാനല്ല കർത്താവ് ഞാൻ ആഗ്രഹിക്കുന്നത്, പ്രത്യുത ഒരു അമേരിക്കൻ ബാലയെങ്കിലും രക്ഷണീയ അനുഭവത്തിലേക്ക് നയിക്കാനുള്ള കൃപ തരണം. ആ ഒരു പ്രാർത്ഥനയ്ക്ക് ഉത്തരം വാഷിംഗ്ടൺ DC വെച്ച് എനിക്ക് ലഭിച്ചു. അവിടെ ഇന്റർനാഷണൽ കോൺഫറൻസ് പങ്കെടുക്കാനായിട്ട് പോയതാണ്. അവിടുത്തെ ഗായക സംഘങ്ങളൊക്കെ പാടുന്ന ഇപ്പോഴത്തെ ന്യൂജൻ സോങ്സ് ആണ്. എനിക്ക് ഈ ന്യൂജൻ സോങ്സ് അങ്ങേയറ്റം വെറുപ്പാണ്. യാതൊരു ഗ്രാമാറ്റിക്കൽ ആക്യുറസി ഇല്ലാതെ, പൊയറ്റിക്കൽ ബ്യൂട്ടി ഇല്ലാതെ ഏതൊക്കെ ഗദ്യരൂപത്തിൽ പാടുന്ന ആ ന്യൂജൻ സോങ്സ് ഇപ്പം അമേരിക്കയിൽ പ്രചാരം ആർജിച്ചുകൊണ്ടിരിക്കുക. ഏതായാലും കർത്താവെ, പാനിജ ക്രോസ്ബി, ഐസക് വാട്സ് തുടങ്ങിയ ആളുകൾ എഴുതിയതുപോലുള്ള ഒരു ഇംഗ്ലീഷ് ക്ലാസിക് സോങ്സ് എന്ന നാവിൽ തരണമേ. എനിക്ക് ഈ ന്യൂജൻ സോങ് കേട്ട് മനം പഠിപ്പിക്കാനാണ്. നെക്സ്റ്റ് ഡേ ഞങ്ങൾ ഗ്രൂപ്പായിട്ട് തിരിച്ച് വാഷിംഗ്ടൺ മോണമെന്റ്, വൈറ്റ് ഹൗസ് ഇതെല്ലാം കാണിക്കാൻ. അങ്ങനെ വാഷിംഗ്ടൺ മോണമെന്റിന്റെ അടുത്തേക്ക് ഞാൻ പോകുമ്പോൾ ഒരു കൊച്ചു ബാലൻ, ഒരു 14 വയസ്സുള്ള ഒരു അമേരിക്കൻ വൈറ്റ് ഹാൻഡ്സം ബോയ് പേപ്പട്ടി അലഞ്ഞത് നടക്കുന്ന പോലെ നടക്കുന്നത് കണ്ടു. പിന്നെ ദൈവത്താൽ ആത്മാവ് പറഞ്ഞു, മോനെ ആ കുട്ടിയോട് നീ ചെന്ന് സുവിശേഷം. ആ കുട്ടിയുടെ അടുക്കൽ ചെന്ന് ഞാൻ മൈ ഡിയർ ബോയ് ജീസസ് ലവ്സ് യു എന്നൊരൊറ്റ വാചകം പറഞ്ഞു. ആ കുട്ടി എന്നെ നോക്കിക്കൊണ്ട് പൊട്ടിക്കരയാൻ തുടങ്ങി. സർ, 5 മിനിറ്റുകൾക്കുള്ളിൽ ഡ്രഗ്സും പോയിസണും കഴിച്ച് ആത്മഹത്യ ചെയ്യാൻ ഞാൻ ഒരുങ്ങുകയായിരുന്നു. എന്റെ ഗേൾ ഫ്രണ്ട്സ് എന്നെ ഉപേക്ഷിച്ചു. എന്റെ പേരൻസ് ഡിവോഴ്സ്ഡായി. ഈ വാഷിംഗ്ടൺ മോണമെന്റ് പുൽത്തകടിയിൽ വേഷം കഴിച്ച് മരിക്കാൻ തീരുമാനിച്ച എന്റെ അടുക്കലേക്ക് ഞാൻ സൺഡേ സ്കൂളിൽ പഠിച്ചിരുന്ന യേശുനാഥനെ കുറിച്ച് പറയുവാൻ ഇന്ത്യയിൽ നിന്ന് സാറിനെ എന്റെ അടുക്കലേക്ക് അയച്ചത് യേശുനാഥൻ എന്നെ സ്നേഹിക്കുന്നു എന്നുള്ളതിന് വ്യക്തമായ തെളിവായി ഞാൻ കരുതുന്നു. ആ കുഞ്ഞിന്റെ വാക്കുകൾ കേട്ടപ്പോൾ എന്റെ അച്ഛൻ ഞാൻ പൊട്ടിക്കരഞ്ഞു പോയി. അവനോട് ഞാൻ സുവിശേഷം പറഞ്ഞു. എന്റെ കൺമുന്നിൽ വെച്ച് തന്നെ ആ കുഞ്ഞ് ആ വിഷം വലിച്ചെറിഞ്ഞു. അവൻ കർത്താവിന്റെ രക്ഷിതാവും നാഥനുമായിട്ട് സ്വീകരിച്ചു. അവന്റെ കയ്യിൽ അഡ്രസ് ഇല്ല. അവന്റെ പേരൻസ് ഡിവോഴ്സ്ഡായി. അവന്റെ ഗേൾ ഫ്രണ്ട്സ് അവനെ ഉപേക്ഷിച്ചു. സ്ട്രാൻഡേഡ് ആയി തീർന്ന ആ കുഞ്ഞിനെ ആശ്വസിപ്പിച്ച് ഞാൻ പ്രാർത്ഥിച്ച് യാത്ര അയച്ചു. എന്നിട്ട് ഹിസ്റ്ററി മ്യൂസിയം ഒക്കെ ഓടിക്കണ്ടിട്ട് മടങ്ങി വരാൻ ഞാൻ ആഗ്രഹിക്കുകയായിരുന്നു. ഞങ്ങളെ മുന്നോട്ട് നയിച്ച ഗൈഡ് വൈറ്റ് ഹൗസിന്റെ ഫ്രണ്ടിൽ വെയിറ്റ് ചെയ്യായിരുന്നു. അങ്ങനെ പോകുമ്പോൾ എന്റെ അച്ഛോ എന്ന നാവ് നിയന്ത്രണം വിട്ട് ഒരു പുത്തൻ ഇംഗ്ലീഷ് ഗാനത്തിൽ പാടാൻ പറഞ്ഞു. എന്നിട്ട് വരികൾ ഇങ്ങനെ പ്രവഹിക്കുകയാണ്. നമ്മുടെ വേർഡ്സ് പറയുന്ന പോലെ സ്പോണ്ടേനിയസ് ഓവർഫ്ലോ ഓഫ് സ്പിരിച്വൽ ഇമോഷൻസിനാൽ എന്റെ ഹൃദയം നിറഞ്ഞ കവിയുകയായിരുന്നു. പ്രിയപ്പെട്ടവരെ, ആ വരികൾ പകർത്തിയെടുത്തില്ലെങ്കിൽ എന്നെ നെഞ്ചു പൊട്ടിപ്പോകുമെന്ന് തോന്നി. ആ വരികളെല്ലാം പകർത്തിയെടുത്തു. എന്നിട്ട് കോൺഫറൻസിൽ
രാത്രിയിൽ ഡിന്നർ കഴിഞ്ഞ് കോൺഫറൻസിൽ പരിചയപ്പെട്ട ഒരു ബ്രിട്ടീഷുകാരനെ പാടി കേൾപ്പിച്ചപ്പോൾ ഒറിജിനൽ ഇംഗ്ലീഷ് ട്യൂണിൽ നൽകപ്പെട്ടതായിട്ടുള്ള ഗാനമാണെന്ന് അദ്ദേഹം കൺഫേം ചെയ്തു. മാന്യ പ്രേക്ഷകർക്ക് വേണ്ടി ആ പാട്ടിന്റെ ഒരു സ്റ്റാൻസ ഞാൻ പാടാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അതിന്റെ ലിറിക് ഷീറ്റും മ്യൂസിക് ഷീറ്റും നമ്മുടെ ഈ പ്രോഗ്രാമിൽ കടന്നു വന്നിരിക്കുന്ന സംഗീതജ്ഞന്മാർക്കായിട്ട് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അതിന്റെ മ്യൂസിക് ഷീറ്റ് വരച്ച് കിട്ടിയിട്ടുണ്ട്, ലിറിക് ഷീറ്റും കൊണ്ടുവന്നിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഒരു സ്റ്റാൻസ മാത്രം ഞാൻ പാടാൻ. Oh, holy, holy, my heavenly bridegroom, humbly I come before thy throne of grace. Though unworthy I am, yet thou art concerned, Lord. How gracious thou art, beloved Lord. Focusing my soul, faith on thy face, marred on the cross for my sins. Fairest amongst the fading mortal faces, kneeling am I and bowing down my head, worship thee, Lord. Adore thee, Almighty, glorify thee, oh Jesus Christ my Lord. Worship thee, Lord. Adore thee, Almighty, glorify thee, oh Jesus Christ my Lord. Jesus Christ my Lord. Amazing. Praise the Lord. Yeah. വളരെ തീക്ഷ്ണമായിട്ടുള്ള അനുഭവങ്ങളിലൂടെയാണ് സാറ് വന്നത്. നമ്മളെപ്പോഴും നമ്മളെ ശക്തീകരിക്കുന്ന ഒരു പാട്ടാണ് എൻ പ്രിയൻ വലങ്കരത്തിൽ പിടിച്ചെന്ന്. എനിക്ക് തോന്നുന്നത് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഇപ്പോൾ നമ്മുടെ ഗായ സംഘത്തിലെ അംഗങ്ങൾ പാടും. അത് നമുക്ക് ലാസ്റ്റ് എടുക്കാം. പാട്ട് ലാസ്റ്റ് പാട്ട് ലാസ്റ്റ് എടുക്കാം. ഓക്കെ ഓക്കെ, നമുക്ക് അടുത്തേക്ക് പോകല്ലോ. അപ്പൊ അയ്യാ ഇത് കഴിഞ്ഞിട്ട് പിന്നെ പാട്ടുകൾ പാട്ട് അതാ ഞാൻ ആദ്യം ചോദിച്ചേ. അങ്ങനെ ചെയ്യാലോ. ഓ ഓ പറ്റൂ. നിശ്ചയമാണ് സമയത്ത് എനിക്ക് അതെ ടൈം കൺസ്ട്രെയിൻസ് അറിയിക്കണം. ഞാൻ ഇത്രയും നീണ്ടിയൊക്കെ പറഞ്ഞു പോയി. കാരണം വെച്ചാല് ടൈമിന്റെ കാര്യം ഒന്നും പറയാത്തോണ്ട് ഈ കാര്യങ്ങളൊക്കെ പറയാതിരിക്കാന്ന പോലെ കാര്യങ്ങളൊക്കെ പറയാതിരിക്കാന്ന പോലെ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഈ അമേരിക്കയിലെ ഒരുപാട് ബോയ്സ് ഞാനൊരു 10 മിനിറ്റും കൂടെ എടുത്തിട്ട് എനിക്ക് സ്കൂളിൽ നിന്ന് പോകണം. അത് കഴിഞ്ഞ് ഇവര് കൈകാര്യം ചെയ്തു അല്ലേ? ഞാൻ നിങ്ങൾ പാടുന്നല്ലോ നല്ലത്. സമയത്ത് അതിന് കൊച്ചു സിസ്റ്റർ ഒത്തിരി വെള്ളം അല്ല, അവളോട് സ്കൂളിൽ വെയിറ്റ് ചെയ്യാൻ പറയാം. ഞാൻ ഇത്രയും കൂടുതൽ പറഞ്ഞു പോയി. ഇതൊക്കെ യാഥാർത്ഥ്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ പാട്ടിന്റെ മ്യൂസിക് ഷീറ്റൊക്കെ ഞാൻ തരാം സാറിന്. കൊച്ചു അവിടെ നിൽക്കുവാണോ പുറത്തിറങ്ങി? ഓക്കെ. എൻ പ്രിയൻ കരത്തിൽ പിടിച്ചീ നടത്തിടും ദീനം തോറും. മറ്റേത് വരുമ്പോ വീഴുകയില്ല ഞാൻ പ്രലോഭനം. അത് വരുമ്പോ നമുക്ക് ഹൈൽ പാടിയാൽ എടുക്കാൻ പറ്റും. ഓക്കെ.
റെഡി? നമുക്കൊന്ന് മുമ്പോട്ട് പോവാം. സ്റ്റാർട്ട് ചെയ്യാം. റെഡിയാണ്. ആ, ഓ, ഓക്കെ ഓക്കെ. ഒരു സ്വല്പം വെള്ളം മതി കേട്ടോ. അതൊക്കെ വേണം. അത് അത്രയും ഹൈ ആയി. ഓക്കെ. അല്ല, നിങ്ങൾ തന്നെ പാടിയാൽ മതിയെന്ന് എന്റെ അഭിപ്രായം. ഞാൻ പാടാൻ കുഴപ്പമില്ല. ഓക്കെ. വീഴുകയില്ല ഞാൻ, വീഴുകയില്ല ഞാൻ, പ്രലോഭനം അനവധി വന്നിടിലും എൻ പ്രിയൻ വലം കരത്തിൽ പിടിച്ചെന്നേ. പലരും തെറ്റിച്ചാ പാടുന്നത്. ഈ പാട്ട് ഒരുപാട് പേര് പ്രത്യേകിച്ച് പെന്റിക്കോസ്റ്റ് ട്രൂപ്പുകളൊക്കെ പാടി വൃത്തിയിലാക്കിയിട്ടുണ്ട് കേട്ടോ ചോ. കുഴപ്പമില്ല ചാ. അപ്പൊ കൊച്ചിനെ പിക്ക് ചെയ്യാനായിട്ട് റിബേക്ക ആരോട് പറഞ്ഞു കേട്ടോ ചോ. ആ, ഇനി മറ്റേ അല്ല, നിങ്ങള് കണ്ടു. ഓക്കെ, യാ, റെഡി? എൻ പ്രിയൻ വലം കരത്തിൽ പിടിച്ചെന്നേ നടത്തിടുന്നു ദിനം തോറും സന്തോഷവേളയിൽ സന്താപവേളയിൽ എന്നെ കൈവിടാതെ സന്തോഷവേളയിൽ സന്താപവേളയിൽ എന്നെ കൈവിടാതെ പതറുകയില്ല ഞാൻ, പതറുകയില്ല ഞാൻ, പ്രതികൂലം അനവധി വന്നിടിലും വീഴുകയില്ല ഞാൻ, വീഴുകയില്ല ഞാൻ, പ്രലോഭനം അനവധി വന്നിടിലും എൻ കാന്തൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, എൻ നാഥൻ നടത്തിയിടും അന്ത്യം വരെ. എൻ കാന്തൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, എൻ നാഥൻ നടത്തിയിടും അന്ത്യം വരെ. പ്രസ്തുത ഗാനം ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്യുവാൻ അരുമനാഥൻ എന്നെ സഹായിച്ചു. കാനഡയിൽ ടൊറന്റോയിലായിരിക്കുമ്പോൾ ആ ഗാനം തികച്ചും ആശയ സമാനത കൃത്യമായി കാത്തുപുലർത്തി 20 മിനിറ്റുകൾക്കുള്ളിൽ വിവർത്തനമാക്കാനായിട്ടിടയായി. ഇതിനോടകം ഈ ഗാനം ജർമ്മൻ ഭാഷയിൽ പ്രസിദ്ധീകരിക്കപ്പെട്ടു കഴിഞ്ഞ ഒക്ടോബർ 12-ാം തീയതി. ഹിന്ദിയിലും തമിഴിലും പ്രസിദ്ധീകൃതമായി തീർന്നിട്ടും ഉണ്ട് എന്നുള്ള കാര്യം സന്തോഷപൂർവ്വം ഞാൻ അറിയിക്കട്ടെ. കൃപയാൽ ഈ പാട്ടിന്റെ ഇംഗ്ലീഷ് വിവർത്തത വരികളും ഞാൻ പാടിയത് യൂട്യൂബിൽ കാണാൻ കഴിയും. യൂട്യൂബ് എടുത്തിട്ട് തോമസ് മാത്യു കരുനാഗപ്പള്ളി സെർച്ച് നടത്തിയതാണ്. ഓക്കെ സാറേ, ഈ സാറ് ഇപ്പൊ പറഞ്ഞല്ലോ ന്യൂജൻ സോങ്ങിനെ കുറിച്ച്. ഇപ്പം ഗാനരചന മേഖലയിലും അതേപോലെ തന്നെ അതിന്റെ ആലാപനത്തിലേക്ക് വളരെ വ്യത്യസ്തമായ ശൈലികൾ ആളുകൾ ആവിഷ്കരിക്കുകയും കൊണ്ടുവരികയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ്. പ്രത്യേകിച്ച് നമ്മുടെ നാടൻ പാട്ടിന്റെ രീതിയിൽ പോലും ആരാധന ഗാനങ്ങൾ ചിട്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ എല്ലാവരും ജീവിക്കുന്നത്. അപ്പോൾ അതിനെയൊക്കെ സംബന്ധിച്ച് സാറിന്റെ ഒരു അഭിപ്രായം എന്താണ്? അച്ചോ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ന്യൂജൻ സോങ്ങിനെ അതിശക്തമായി എതിർക്കുകയും വെറുക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. കാരണം അവരുടെ പാട്ടുകളുടെ വരികൾ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ പൊയറ്റിക്കൽ ബ്യൂട്ടി ഇല്ല, ഗ്രാമാറ്റിക്കൽ ആക്യുറസി ഇല്ല. ദൈവമായ കർത്താവിനെ യു യു എന്നാണ് വിളിച്ചു പാടുന്നത്. എത്ര ലജ്ജാകരം! ദൗ ദി എന്ന
ഉള്ള ഭക്തിദ്യോതകമായ പ്രൊനൗൺസ് ഇംഗ്ലീഷ് ലാംഗ്വേജിലുള്ളപ്പോൾ അതെല്ലാം വർജിച്ചുകൊണ്ട് യു യു എന്നൊക്കെയാണ് ന്യൂജൻകാർ പാടുന്നത്. അതിനെ ശക്തമായി എതിർക്കുകയും വെറുക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. നമ്മള് ഇപ്പൊ പഴയ ക്ലാസിക്കൽ സോങ്ങിലേക്കൊക്കെ വരുമ്പോ പ്രത്യേകിച്ച് ഒരു 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 ആംഗ്ലിക്കൻ പാരമ്പര്യം ഉള്ള പാട്ടുകൾ കൂടുതലും CSIയിൽ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഇപ്പോഴത്തെ ഒരു ന്യൂ ജനറേഷന്, തലമുറയ്ക്ക് അങ്ങനെയുള്ള ഈസി സോങ്ങിനോട് വളരെ ആഭിമുഖ്യമില്ലാതെയാണ് നാം കാണുന്നത്. അപ്പോൾ അവരെ അട്രാക്ട് ചെയ്യുവാനായിട്ട് നമുക്ക് ഇങ്ങനെയുള്ള പുതിയ പരിഷ്കാരങ്ങൾ കൊണ്ടുവരണമെന്ന് വാദിക്കുന്ന ഒരു വലിയ വിഭാഗമുണ്ട്. ഒരു പരിധിവരെ അവരെ അതിൽ അട്രാക്ട് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് എങ്ങനെ ഇതിന്റെ ഒരു 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 സമന്വയം കൊണ്ടുവരാനായിട്ട് സാധിക്കും? അച്ഛന്റെ ചോദ്യം വളരെ പ്രസക്തമായിട്ടുള്ള ചോദ്യമാണ്. കാരണം എന്ന് വെച്ചാൽ പാട്ടിന്റെ ജീവൻ എന്ന് പറയുന്നത് ലിറിക്സ് ആണ്. ട്യൂൺ സെക്കൻഡറി ആണ്. ലിറിക്സ് പൊളിഞ്ഞാൽ പാട്ട് പൊളിഞ്ഞു. നമ്മുടെ ബാലികാബാലന്മാർക്കും യുവതീയുവാക്കന്മാർക്കും വേണ്ടത് നല്ല ലിറിക്സ് ആണ്. അത് ഏത് രാഗഭാവത്തിലായിരുന്നാലും കുഴപ്പമില്ല. ഞാൻ 88 ഇവിടെ അമേരിക്കയിൽ വന്ന കാര്യത്തെക്കുറിച്ച് പറഞ്ഞല്ലോ. എന്നെ പ്രാർത്ഥിച്ച് യാത്ര അയച്ചതായിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട അപ്പച്ചൻ ഹൃദയസ്തംഭനം മൂലം മരിക്കുകയായിരുന്നു. എല്ലാ പ്രോഗ്രാമും ക്യാൻസൽ ചെയ്തു. നാട്ടിലേക്ക് അപ്പച്ചന്റെ ഫ്യൂണറൽ പങ്കെടുക്കാൻ തിരിച്ച് എന്നെ JFK കെന്നഡി എയർപോർട്ടിലേക്ക് ദൈവമക്കൾ കൊണ്ടുവരുമ്പോൾ ദാനമായി കർത്താവ് നൽകിയ പാട്ടാണ് ആശ്വാസദായകനെ ആനന്ദദായകനെ താവക സന്നദ്ധിയിൽ വരുന്നതാ ഞാൻ നേരിടും ഹൃദയവുമായി എന്ന പാട്ട്. ആ പാട്ടിന്റെ പൂർണ്ണ രൂപത്തിലുള്ള വരികൾ മലയാള മനോരമ ദൃശ്യവൽക്കരിച്ച് യൂട്യൂബിൽ കൊടുത്തിട്ടുണ്ട്. അച്ഛൻ പറഞ്ഞ ആ ക്ലാസിക് കാര്യത്തെക്കുറിച്ച് പറഞ്ഞു കൊണ്ടുവരാനായിട്ടാണ് പ്രാഥമികമായി ഈ പാട്ടിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. അപ്പച്ചൻ്റെ സംസ്കാരം എല്ലാം കഴിഞ്ഞ് കാനറമാൻ ഹരിപ്പാട് ശാഖ കഴിഞ്ഞ് ഞാൻ ചോദിച്ചു. എൻ്റെ വീട് ഒരു പഴയ തറവാട്ട് സ്റ്റൈലുള്ള വീടാണ്. ആരുടെ ഭാഗത്ത് അരപ്പറ്റിയും അതുപോലെ തന്നെ വൃത്താകൃതിയിലുള്ള തൂണുമൊക്കെ. ഞാൻ ബാങ്കിൽ നിന്ന് വരേണ്ട സമയം കഴിഞ്ഞിട്ടും വന്നില്ലെങ്കിൽ എൻ്റെ സ്നേഹനിധിയായ അപ്പച്ചൻ അരപ്പത്തിയിൽ വന്ന് എന്നെ കാത്തു കാത്ത് ഇങ്ങനെ നോക്കി നോക്കി. അവിടെ വേണ്ട രീതിയിൽ ഇരിക്കാനുള്ള സൗകര്യങ്ങളൊന്നുമില്ല. രാത്രി 10 മണി കഴിഞ്ഞാലും അപ്പച്ചൻ അവിടെ എഴുന്നേറ്റ് പോകും. ഒരു ദിവസം ഞാൻ വന്നപ്പോൾ അപ്പച്ചനെ കാണുന്നില്ല. അരപ്പത്തിയിലേക്ക് നോക്കി. ഞാൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് വീടിന് തെക്കേ അറ്റത്തെ മുറിയിൽ പോയി പാവരിച്ച് പ്രാർത്ഥിക്കും. പാവരിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ പ്രിയ കർത്താവിന്റെ നാവിൽ നൽകി തന്നൊരു പാട്ടാണ് നാളുകളേറെയില്ല എൻ്റെ യേശു മണാളൻ വരുവാൻ എന്ന ഗാനം. 6 ജനങ്ങളുണ്ട് ആ ഗാനത്തിൽ. ആ വരികളെല്ലാം ഞാൻ കുറിച്ചെടുത്ത് ആദ്യമായി ഈ പാട്ടിന്റെ വരികൾ പാടിക്കൽപ്പിച്ചത് ഓർത്തഡോക്സ് വിഭാഗത്തിന്റെ തലവനായ റവറൻ ഡോക്ടർ MP ജോർജ് അച്ഛനെയാണ്. അച്ഛൻ ഇവിടെ ഹൂസ്റ്റണിലൊക്കെ മിക്കവാറും വന്ന് ക്ലാസിക് ക്രിസ്തീയ ഗാന കച്ചേരിയൊക്കെ നടത്തുന്നു. അച്ഛൻ റഷ്യയിൽ നിന്ന് അദ്ദേഹം മ്യൂസിക്കൽ PhD എടുത്ത അച്ഛൻ 2 വർഷം മുമ്പ് ഇവിടെ ഒരു കച്ചേരി അച്ഛനെ ഞാൻ ഈ പാട്ടിന്റെ വരികൾ പാടിക്കൽപ്പിച്ചു. അച്ഛൻ എന്തോ പറയാവുന്നൊരു ഫുൾഫൈ എനിക്കുണ്ടായിരുന്നത്. കാരണം ഞാനൊന്നും പഠിച്ചിട്ടില്ലല്ലോ. അച്ഛൻ പറയുന്നത് എക്സലന്റ് കോമ്പോസിഷൻ ആയിരിക്കുന്നു. ഇത് മോഹനരാഗത്തിലാണ് ഇത് കമ്പോസ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഒരു ന്യൂനതയും കാണുന്നില്ല. ഞാൻ മുട്ടന്മേൽ വീണ നിറകണ്ണങ്ങളോടെ ഞാൻ കർത്താവിനെ മഹത്വം വെച്ചു. എലിസബത്ത് രാജീവിനെ കൊണ്ട് മലയാള മനോരമ വളരെ മനോഹാരിതമായ രീതിയിൽ, എൻ്റെ ഒരു ഫ്രണ്ട് മനോരമ വർക്ക് ചെയ്യുന്നത്, ഇത്രയും റിച്ച് ഓർക്കസ്ട്ര കൊടുത്ത് ഒരു മനോരമ മ്യൂസിക് ഇതംപ്രദമായിട്ടാണ് അങ്ങനെ വീഡിയോ ഇറക്കിയിരിക്കുന്നത്. നല്ല റിസപ്ഷൻ കിട്ടിക്കൊണ്ടിരിക്കുന്ന ചെറുപ്പക്കാരിൽ ബാലികാബാലന്മാർ. അപ്പം രാഗത്തിന്റെ അല്ല പ്രധാനപ്പെട്ട വിഷയം ലിറിക്സ് ആണ്. അത് പറയാനാണ് ഇത്രയും കാര്യങ്ങളുള്ളത്. സാറ് സൂചിപ്പിച്ചതുപോലെ വേഴ്സ്വർത്ത് പറഞ്ഞതുപോലെ മ്യൂസിക് ഈസ് ദ സ്പോണ്ടേനിയസ് ഓവർഫ്ലോ ഓഫ് പവർഫുൾ ഫീലിംഗ്. വൺസ് ആ ഒരു 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 എലമെന്റ്, ആ ഒരു സ്പാർക്ക് നമ്മുടെ മനസ്സിൽ വീണാൽ, അല്ലെ ഹൃദയത്തിൽ വീണാൽ, അതെങ്ങനെയാണ് നമ്മളത് ആവിഷ്കരിക്കുന്നത്? സാറിന്റെ ഒരു അനുഭവം. അച്ചോ, അനുഭവം എന്ന് പറഞ്ഞാല് ഈ പ്രിയ കർത്താവ് ഞാൻ പറഞ്ഞല്ലോ, എല്ലാ ദുഃഖാനുഭവങ്ങൾ കൂടെ കടന്നുപോയപ്പോഴാണ് പാട്ട് കർത്താവ് നൽകിയിട്ടുള്ളത്. സ്വീറ്റസ്റ്റ് സോങ് ഓർ ദോസ് that tell of saddest thoughts എന്നാണ് ശരി പറഞ്ഞത്. സാഡസ്റ്റ് തോട്ട്സ് ആണ് ഏറ്റവും സ്വീറ്റസ്റ്റ് സോങ് ആയിത്തീരുന്നത്. എൻ്റെ സങ്കടങ്ങളെ കർത്താവ് സ്വീറ്റസ്റ്റ് സോങ്സ് ആക്കി മാറ്റുകയായിരുന്നു.
അപ്പൊ ഒരു പാട്ട് പ്രിയ കർത്താവ് ബലഹീനനായി എൻ്റെ നാവിൽ തന്നാൽ അതിന്റെ പൂർത്തീകരണം വരെയും ഒരു ഗർഭവതിയായിട്ടുള്ള സ്ത്രീ പ്രസവിക്കുന്നിടം വരെ ഉണ്ടാകുന്നതായിട്ടുള്ള ഉണ്ടല്ലോ ഒരു അസ്വസ്ഥത, അത് പൂർത്തീകരിക്കുന്നിടം വരെയും എപ്പോഴും നമ്മുടെ ഹൃദയം പൂർത്തീകരണത്തിന് വേണ്ടി ഇങ്ങനെ ആഗ്രഹിച്ച് വ്യഗ്രതയോടിരിക്കുന്ന അനുഭവമാണ് ഞാൻ അനുഭവിച്ചത്. അത് പൂർത്തീകരിക്കുന്നിടം വരെ ആ പൂർത്തീകരണത്തിന് വേണ്ടിയുള്ള ദാഹം വിട്ടുമാറും. അപ്പോൾ സാറ് പറഞ്ഞു വരുന്ന സാറിന് ഒരു മെലങ്കോളിക് സെൻസിബിലിറ്റി കൂടുതൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. വളരെ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ഓക്കെ. അങ്ങനെയാണ് ആ ഒരു മെലങ്കോളിക് ടോണൽ ഇതിൽ ആ സോങ്ങുകൾ പിറവിയെടുക്കുന്നത് ലഭ്യമായി. തീർച്ചയായിട്ടും അത് വിശ്വാസികൾക്ക് പ്രചോദനം നൽകുന്ന ഒരു കാര്യം കൂടെയാണ്. അതുകൊണ്ട് ആ ഒരു രീതി പ്രശംസനീയമാണ്. മറ്റൊരു കാര്യം എനിക്ക് ചോദിക്കാനായിട്ടുള്ളത്, ഈ സോങ്ങുമായിട്ട് തന്നെ ബന്ധപ്പെട്ട് പുതിയ ഏതെങ്കിലും സാറിന്റെ മിനിസ്ട്രിയുടെ പ്രൊജക്റ്റോ ഇങ്ങനെ എന്തെങ്കിലും ഇപ്പോൾ ചിന്തയിലുണ്ടോ? അതോ മോദിയുടെ എൻ്റെ ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് അച്ഛൻ്റെ ചോദ്യത്തിന് ഉത്തരം നൽകാമെന്ന് പറഞ്ഞു. എൻ്റെ അമ്മച്ചി വളരെ പ്രത്യാശയുള്ള മാതാവായിരുന്നു എന്ന് ഞാൻ ആമുഖത്തിൽ സൂചിപ്പിച്ചത്. അമ്മച്ചി മരിക്കുന്നതിന് മുമ്പ് അമ്മച്ചി പ്രവചിച്ചു. അമ്മച്ചി മരിക്കുമ്പോൾ 97 വയസ്സ് തികയാൻ പോവുകയായിരുന്നു. എൻ്റെ വീട് പുതുക്കി പണിതു, പ്രാർത്ഥനാലയത്തിന്റെ പണി പൂർത്തീകരിക്കപ്പെട്ടു. അതിന്റെ ഫസ്റ്റ് കോട്ട് പെയിന്റ് അടിച്ച് കിടക്കുമ്പോഴാണ് അമ്മച്ചിന്റെ മരണം സംഭവിച്ചത്. ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ 97 വയസ്സ് തികയാൻ പോവാം, 98ാം ജന്മദിനം കടക്കുന്നതിന് മുമ്പ് എൻ്റെ അരുമനാഥന്റെ സന്നിധിയിലേക്ക് പോകും. അപ്പം വീട് കൂതാശ ചെയ്യാനായിട്ട് 6 മാസമേ മാത്രമേ ഉള്ള ഇന്റേണൽ ഫിനിഷിങ് മാത്രമേ ഉണ്ടായിരുന്നു. ഞാൻ പറയാം, അമ്മച്ചി എങ്ങനെ പറയുന്നു, എനിക്ക് അസഹ്യമാണ്. വർഷങ്ങളോളം അമ്മച്ചി എന്നോടൊപ്പം പാർക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. അമ്മച്ചി യാതൊരു മറ്റ് അസുഖങ്ങളൊന്നുമില്ലായിരുന്നു. എന്നെക്കാട്ടും നല്ല ഓർമ്മശക്തി അമ്മച്ചി. എന്നോടും എൻ്റെ സഹോദരിയോടും മറ്റു പ്രിയപ്പെട്ടവരോടും അമ്മച്ചി ഇതേപോലെ അടുപ്പിച്ചടുപ്പിച്ച് പറയാൻ തുടങ്ങി. ഉടനെ വീടിന്റെയും പ്രാർത്ഥനാലയത്തിന്റെയും മധ്യസ്ഥാനത്ത് അമ്മച്ചി കൊണ്ടുവന്നിരുന്നു. അവ രണ്ടും നോക്കിക്കണ്ട് ആശീർവദിക്കാനായിട്ട് ഞാൻ അമ്മച്ചിയോട് അപേക്ഷിച്ചു. അമ്മച്ചി കുറേ സമയം നോക്കുന്നു. അമ്മച്ചിക്കറിയായിരുന്നു അമ്മച്ചി അവസാനമായിട്ട് കാണുക. അമ്മച്ചി പറഞ്ഞതുപോലെ തന്നെ മരണം സംഭവിച്ചു. അമ്മച്ചി മരിക്കുന്ന തൊട്ടു തലേ ദിവസം പെട്ടെന്ന് അമ്മച്ചിക്ക് സോഡിയത്തിന്റെ ഒരു പ്രോബ്ലം ഉണ്ടായി. കരുനാപ്പള്ളിയിലെ പ്രമുഖ സ്വകാര്യ ആശുപത്രിയിൽ ICUവിൽ അഡ്മിറ്റഡായി കഴിയുകയായിരുന്നു. അമ്മച്ചിയെ പോയി കണ്ടിട്ട് വരാന്തയിൽ വന്ന് ഞാൻ ഇരിക്കുമ്പോൾ പെട്ടെന്ന് എൻ്റെ സാധ്യതകളെ സാധ്യതകളായി മാറ്റുവാൻ വല്ലഭനായി എന്ന് ആരംഭിക്കുന്ന പാട്ട്. 8 ചരണങ്ങളുണ്ട് ആ പാട്ടിന്. അതിന്റെ അവസാനത്തെ ചരണമായിട്ട് ലഭിച്ചത്, മരിച്ചു 4 ദിനമായി ലാസറൻ കല്ലറക്കരികെ വന്ന് കണ്ണുനീർ വാർത്ത് പേർ വിളിച്ചുറപ്പിച്ച് എൻ പ്രിയ കർത്തൻ എന്നെ മരിച്ചാലും ജീവിപ്പിക്കുന്നവരും. ആ പാട്ടിന്റെ വരികളെല്ലാം ഞാൻ കുറിച്ചെടുത്ത് പാടാനായിട്ട് ഞാൻ ആഗ്രഹിച്ചു. എൻ്റെ കയ്യിൽ പേപ്പറൊന്നുമില്ല. റിസപ്ഷൻ കൗണ്ടറിൽ ചെന്നൊരു കഷ്ണം പേപ്പറും പേനയും വാങ്ങിച്ചു വരികളെല്ലാം കുറിച്ചെടുത്തു. എൻ്റെ പ്രിയൻ വാനിൽ വരാറായി എന്ന പാട്ട് എഴുതിയത് ജോസഫ് കെ മാത്യു പാസ്റ്റർ പാട്ടിന്റെ വരികൾ പാടിക്കേൾപ്പിച്ചു. അദ്ദേഹം പറഞ്ഞ എക്സലന്റ് സോങ് ആയിരിക്കുന്നു അവസാനം. ആയിരങ്ങൾ പാടുന്ന പാട്ടായിത്തീരുന്നു. ആ പാട്ട് ആദ്യമായി പ്രസിദ്ധീകരിച്ച് പാടിയത് മധ്യകേരള മഹായിടവ കൺവെൻഷൻ ഗായക സംഘമായിരുന്നു. അമ്മച്ചി മരിക്കുന്നതിന്റെ ദിവസം ഞാനും സിസ്റ്ററും കൂടെ അമ്മച്ചിയെ കാണാനായിട്ട്. അമ്മച്ചി ആ പുത്തൻ പാട്ടിന്റെ 3 ജനങ്ങൾ പാടിക്കേൾപ്പിച്ചു. മരിച്ചു 4 ദിനമായി ലാസറൻ കല്ലറക്കരികെ വന്നു കണ്ണുനീർ വാർത്ത് പേർ വിളിച്ചുറപ്പിച്ച് എൻ പ്രിയ കർത്തൻ എന്നെ മരിച്ചാലും ജീവിപ്പിക്കും. ആ പാട്ടിന്റെ വരികളും അമ്മച്ചിയെ പാടിക്കേൾപ്പിച്ചു. അമ്മച്ചി അവസാനമായി പാടിക്കേൾക്കുന്ന ആ പാട്ടിന്റെ വരികൾ പ്രാർത്ഥിച്ച് ഞങ്ങൾ വൈകുന്നേരം ഒന്ന് കാണാം എന്ന് പറഞ്ഞു യാത്രയായതാണ്. 2:10 ഒരു കൊച്ചുകുട്ടി ഉറങ്ങുന്നത് പോലെ അമ്മച്ചി കർത്തൃ ശ്രദ്ധയിലേക്ക് പോകുമായിരുന്നു. ഡോക്ടേഴ്സ് തന്നെ അതിശയിച്ചു പോയി.
അമ്മച്ചിയുടെ മരണം അത്രമാത്രം ശാന്തമതിയായിരുന്നു. അമ്മച്ചിയുടെ സംസ്കാരം എല്ലാം കഴിഞ്ഞു. ഒരു മാസം കഴിഞ്ഞ് ഇലക്ട്രിഫിക്കേഷന്റെ ഘട്ടം ആയതുകൊണ്ട് അതിന്റെ വർക്ക് ആരംഭിക്കാൻ തീരുമാനിച്ചു. പെട്ടെന്ന് ദൈവാലോചന ലഭിച്ചു. അമ്മച്ചി നിന്ന് പ്രാർത്ഥിച്ച സ്ഥലത്ത് ഒരു പില്ലർ ഇറക്ട് ചെയ്യണം. വീടിന്റെയും പ്രാർത്ഥനാലയത്തിന്റെയും മുകളിൽ ഘടിപ്പിക്കുന്ന രീതിയിലുള്ള ലൈറ്റ് അവിടെ ഘടിപ്പിക്കാതെ ആ പില്ലറിൽ ഘടിപ്പിക്കണം. അച്ഛോ അത്ഭുതം എന്ന് പറയട്ടെ, അപ്രകാരം ക്രമീകരണം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ആ പില്ലറിൽ വരുന്ന ലൈറ്റാണ് വീടിനെയും പ്രാർത്ഥനാലയത്തെയും ഒരുപോലെ പ്രകാശിക്കും. ഇലക്ട്രിസിറ്റി ബോർഡുകാർക്കൊക്കെ വളരെ അതിശയം തോന്നുകയാണ്. അതിന് ചുറ്റും പ്ലാന്റ്സ് ഒക്കെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ആത്മീയ യാത്ര ടിവിയുടെ അവസാനത്തെ ഷൂട്ടിംഗ് ആ പില്ലറിന് മുമ്പിൽ ഞങ്ങൾ ഇരുത്തിയത് വീഡിയോ ഞങ്ങൾക്ക് യൂട്യൂബിൽ കാണാവുന്നതാണ്. ഞാൻ വീണ്ടും വിഷയത്തിലേക്ക് വരട്ടെ. എൻ്റെ ഏറ്റവും വലിയൊരു കൺസേൺ എന്ന് പറയുന്നത്, നമ്മുടെ ഭാരതത്തിൽ അന്ധകാര ശക്തികൾ പ്രബലപ്പെടുകയും ക്രൈസ്തവ വിരോധം അനുദിനം വർദ്ധിതമാകുകയും ചെയ്യുകയാണ്. അതിന്റെ രണ്ട് കാരണങ്ങളുണ്ട്. ക്രിസ്തു മാതൃകയുള്ള ലീഡേഴ്സ് നമ്മുടെ ഭാരതത്തിൽ വളരെ കുറവാണ്. എല്ലാവരും ആർഭാടപൂർണമായ ജീവിതമാണ് നയിക്കുന്നത്. മദർ തെരേസയ്ക്ക് സ്റ്റേറ്റ് ഫ്യൂണറൽ കൊടുത്ത കൺട്രിയാണ് നമ്മുടെ കൺട്രി. അങ്ങനെ കൊടുക്കാൻ കാരണം അവരുടെ സിംപ്ലിസിറ്റി ആൻഡ് സിൻസിറിറ്റി. രണ്ടാമത്തെ കാരണം, മുറ്റിയമുളകളെ വളയ്ക്കാൻ പ്രയാസം, അതേസമയത്ത് കുഞ്ഞമുളകളെ വളയ്ക്കാൻ എളുപ്പമാണ്. ഞങ്ങളുടെ ലക്ഷ്യം കുഞ്ഞമുളകളെ വളയ്ക്കുക എന്നുള്ളതാണ്. ഉത്തരേന്ത്യൻ കുഗ്രാമങ്ങളിൽ കഴിയുന്ന കുഞ്ഞോമനകൾക്ക് സുവിശേഷം ഷെയർ ചെയ്യുക എന്നുള്ളത് ഏറ്റവും വലിയ ശുശ്രൂഷയായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. കാരണം അവരെ വളയ്ക്കാൻ പറ്റിയ സാഹചര്യത്തിൽ നമ്മൾ സുവിശേഷം എത്തിക്കും. അപ്രകാരം ഉള്ള ഒരു ദൗത്യമാണ് ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത്. നമ്മളിപ്പം നോക്കുകയാണെങ്കിൽ ഇപ്പം ഈ സോഷ്യൽ മീഡിയയിലൊക്കെ വളർച്ചയിൽ ഓരോ ദിവസവും അനേകം പാട്ടുകൾ ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുക. ഇങ്ങനെ പുതിയ പാട്ടെഴുത്തുകാരോടും പുതിയ ഗായകരോടും സാറിന് എന്തെങ്കിലും ഷെയർ ചെയ്യാനായിട്ടുണ്ടോ? എനിക്ക് ഷെയർ ചെയ്യാനുള്ള ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. പുതിയ പാട്ടെഴുത്തുകാരും അതുപോലെ തന്നെ പുതിയ ഗായകരും പാടുന്നതിന് മുമ്പേ മുട്ടുമേൽ നിന്ന് പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ചെങ്കിൽ മാത്രമേ പുത്തൻ പുത്തൻ വരികൾ ലഭിക്കുകയുള്ളൂ. ഇപ്പൊ ഈ പാട്ടുകളൊക്കെ ദൈവം എഴുതുന്ന പാട്ടുകളൊക്കെ എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റന്റേനിയസ് ആയിട്ട് ദൈവത്തിന്റെ ആത്മാവ് തരുന്ന പാട്ടുകളാണ്. ഞാൻ ഡാളസിലായിരിക്കുമ്പോൾ പ്രിയ കർത്താവ് ഒരു പുത്തൻ പാട്ട് ദാനമായിട്ട് നൽകി. വളരെ പെട്ടെന്നാണ് അതിന്റെ വരികൾ ലഭിക്കുന്നത്. മുട്ടമ്മയിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോഴാണ് നമുക്ക് അനുചിതമായിട്ടുള്ള വരികൾ ലഭിക്കുന്നത്. അല്ലാതെ ആലോചിച്ചും ചിന്തിച്ചും എഴുതി കഴിഞ്ഞാൽ അനുയോജ്യമായ വരികൾ ലഭിക്കുകയില്ല. പുത്തൻ പാട്ടെഴുത്തുകാരോട് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, പുത്തൻ പാട്ടെഴുത്തുകാരൊക്കെ സ്റ്റേജിൽ വന്ന് പാടുന്ന കണ്ടില്ലേ? സിനിമാ നടന്മാരെ വെല്ലുന്ന രീതിയിലുള്ള വസ്ത്രം അണിഞ്ഞ അവർ പാടുന്ന, അങ്ങനെ പാടുന്നതിനോട് വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നില്ല. പക്ഷേ ആളുകൾ എപ്പോഴും നമ്മളിന്ന് പ്രതീക്ഷിക്കുന്ന സിംപ്ലിസിറ്റി ആൻഡ് സിൻസിറിറ്റി. അതാണ് നമ്മുടെ ഭാരതത്തിൽ നമുക്ക് ആവശ്യമായി വേണ്ടിയിരിക്കുന്നത്. ഓക്കെ, തീർച്ചയായിട്ടും സാറിന്റെ ശുശ്രൂഷയും ഞാൻ നിർത്തുക. ഒരു കാര്യം കൂടെ അച്ചോ, മൽപ്രിയനെ ആപത്തുകളുടെ കാര്യം കൂടെ പറയണം. അല്ല, അത് ഇവർ പാടും. അല്ലെ, പാടിയിട്ട് അതിന്റെ ബാക്ക്ഗ്രൗണ്ട് പറയണ്ടേ? ഓക്കെ, അത് കാര്യം കൊണ്ട് വിട്ടുപോയി. മൽപ്രിയനെ